അറിയാത്ത അത്രമേൽ സുന്ദരമായ ഒരു ലോകം ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്നു. അതിന്റെ പേരാണ് സ്വർഗമെന്ന്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന പറയ് വഅഊദു ബിക മിനന്നാർ പറയ്. ഇഖ്ലാസോടെ പറയ്, ഒച്ചോട്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ പറയണ്ട. പറയ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ പറയ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. പ്രഭാഷണം കേൾക്കാൻ ഈ മനോഹരമായ പന്തലിൽ വന്നിരിക്കുന്ന ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള പ്രായപൂർത്തിയെത്തിയ മോമിനിങ്ങളെ, സഹോദരിമാരെ, ഇന്നു മുതൽ അങ്ങോട്ട് മരണനേരം വരെ നമ്മുടെ ഹൃദയത്തിൽ ഒരു മോഹമായി സ്വർഗം അവശേഷിക്കട്ടെ. ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വിഭാഗമായി നമ്മൾ മാറുക. സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരെ വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ സ്വർഗ വഴിയിൽ സഞ്ചരിക്കുന്ന അനുഗ്രഹീതരായ ഭാഗ്യവാന്മാരാരാണ്? അവരെ ഇൻഷാ അല്ലാഹ് അല്പസമയം ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സ്വർഗത്തിലേക്ക് രണ്ട് കാല് വെച്ചു നടന്നു പോകുന്ന ഭാഗ്യവാന്മാരായ, ചാരിതാർത്ഥ്യത്തോടുകൂടെ സ്വർഗപ്രവേശനത്തിന് അല്ലാഹു തആല സെലക്ട് ചെയ്യുന്ന വിഭാഗങ്ങളിൽ നിന്നൊന്നാമത്തെ വിഭാഗം ഭക്തിയോടെ നിസ്കരിക്കുന്നവരാ. അല്ലാഹു തആല ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. പറയാൻ എളുപ്പാണ്, കേൾക്കാൻ എളുപ്പാണ്. ആ വിധത്തിൽ ഒന്ന് നിസ്കരിച്ചു ശീലിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്പൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊന്ന് നിസ്കരിച്ചു തുടങ്ങാൻ. സ്റ്റേജിൽ ഇഷ്ടം പോലെ ഒഴിവുണ്ട്. താഴെയുള്ള ഉസ്താദുമാര്, നമ്മുടെ മിനപ്പിച്ചിലെ ഖത്തീബ് ഉസ്താദ് അടക്കം, ഒന്ന് സംഘാടകര് അവരൊന്ന് കയറ്റി ഇവിടെ എത്തിയൊരു ബറക്കത്തല്ലേ. താഴെയുള്ള ആലിമീങ്ങളെ ഈ സ്റ്റേജിൽ കയറ്റിയിരുത്ത്, അതൊരു ബറക്കത്താണ് ഇൻഷാ അല്ലാഹ്. അവരിങ്ങനെ സംഘാടകര് താഴെയുള്ള ഉസ്താദുമാരൊക്കെ പിടിച്ചിവിടെ കയറ്റിയിരുത്തും. അതുപോലെ അത് മാത്രമല്ല, സ്ത്രീകൾ വയലേക്കാൻ വന്നുകൊടുക്കുകയാണ്. പെണ്ണുങ്ങളുടെ ഭാഗത്ത് SKSF വളണ്ടിയർമാരില്ല. അവിടെ മഹല്ലത്തിലെ നമ്മുടെ മീനപ്പിച്ചിലെ കുട്ടികൾ മഹല്ലിലെ അവരെ ആഗ്രഹവും അവരെ സ്വപ്നം കൂടിയാണ് ഈ മഹല്ലത്തിലെ ഈ വയല്. അവരുടെ വലിയ ത്യാഗവും പരിശ്രമവും ഇതിന്റെ പിറകിലുണ്ട്. ആ മക്കൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഖതീബ് സ്റ്റേജിലുണ്ട്, മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ട്. അവരുടെയൊക്കെ വലിയ സപ്പോർട്ടും അനുഗ്രഹവുമാണ് ഇതിന്റെ പിന്നിലുള്ള വിജയത്തിന്റെ ഒരു കാരണം. അപ്പൊ ആ കുട്ടികൾക്ക് കുറച്ചുകൂടി ഉസ്താദന്മാർക്ക് അവിടെ പോയിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. കസേര ഒഴിവുണ്ടെങ്കിൽ, ആവശ്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കസേര എത്തിച്ചു കൊടുക്കണം. മോനെ ഒന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ച്. അപ്പോ ഭക്തിയോടെ നിസ്കരിച്ചു ശീലിക്കണം. ഈ ഇരിക്കുന്ന എല്ലാവരും പറയുന്നൊരു സങ്കടതാണ്, ഉസ്താദെ കോൺസെൻട്രേഷനോടെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ റമദാൻ മാസമൊക്കെ വരുമ്പോ തറാവീഹിന്റെ സമയമൊക്കെ ചെറുപ്പക്കാര് സങ്കടത്തോടെ വന്ന് പറയും, ഏകാഗ്രതയോടെ നിസ്കരിക്കാൻ കഴിയുന്നില്ല. അത് പൊതുവെ നമ്മുടെ മനസ്സിന് ബാധിച്ചൊരു രോഗമാണ്. എല്ലാ വിഷയങ്ങളിലും ഈ ഏകാഗ്രതയെ കുറിച്ച് പറയുമ്പോൾ ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമുക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തിലും ഏകാഗ്രതയില്ല. വണ്ടി ഓടിക്കുമ്പോൾ ഏകാഗ്രതയില്ല. മനസ്സ് ഏകമായ വഴിയിൽ നിന്ന് തെന്നി വൈവിധ്യങ്ങളായ വഴികളിലൂടെ മനസ്സ് സഞ്ചരിക്കുകയാണ്. പുതിയ കാലത്തെ കുട്ടികളെ പിടിച്ചിട്ട് ഒരു കച്ചവട സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ കച്ചവടം ഉഴപ്പിപ്പോവുകയാണ്. ഈ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഇപ്പോഴത്തെ ഈ ചോക്ലേറ്റ് ബോയ്സിനെ പിടിച്ചിട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിലെത്തിയാൽ കമ്പ്യൂട്ടർ കേടാകുകയാണ്. കമ്പ്യൂട്ടർ കേടാകുകയാണ്. ചിലപ്പോൾ അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകാം, എന്നാലും അവൻ ഏകാഗ്രത കിട്ടുന്നില്ല. ഏകാഗ്രത പുതുകാല സമൂഹത്തിൽ, വർത്തമാനകാല സമൂഹത്തിൽ നഷ്ടപ്പെടുകയാണ്. അതിന്റെ ഒരു കാരണം സോഷ്യൽ മീഡിയയാണ്. ഈ മീഡിയകളിലുള്ള സമ്പർക്കങ്ങൾ ഓരോന്നോരോന്നുമായി ഇങ്ങനെ ബന്ധപ്പെട്ട് ഇപ്പൊ നോക്കൂ, ഇപ്പോ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ കാലാണ്. അതിന്റെ ലഹരി തിലക്ക് പിടിച്ചവൻ എന്ത് ഏകാഗ്രത? നിസ്കരിക്കാൻ മെസ്സി പോയല്ലേ പഠിച്ചോനെ, അർജന്റീന വീണ് പോയല്ലേ പഠിച്ചോനെ. ഏകാഗ്രത ഉണ്ടാവില്ല. ചെറുപ്പക്കാർക്ക് ഏകാഗ്രത ഇല്ല. ഇനി മധ്യവയസ്കരായ ആളുകൾ, അവർക്ക് അവിടെ നിന്ന് ഏകാഗ്രത ഉണ്ടാകുക? ഓളയും കുട്ടികളും പോറ്റാണല്ലോ പഠിച്ചോനെ. ഏത് ജോലി ചെയ്തിട്ട് എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. ഇത്ര പോരല്ലോ അല്ലാഹുവേ. കാഞ്ഞങ്ങാട് നന്നായി റിയൽ എസ്റ്റേറ്റ് ചെയ്ത്
നല്ല ലാഭം കിട്ടിയിരുന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നല്ല മനുഷ്യനാ, പേര് പറയുന്നില്ല. അദ്ദേഹം എന്നോട് സങ്കടം പറഞ്ഞിരുന്നു, അതെ നല്ല ലാഭം, ഇപ്പോഴല്ലേ റിയൽ എസ്റ്റേറ്റ് അല്പം ഒന്ന് ഡൗൺ ആയി പോയത്, ലാഭം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയപ്പോൾ നിൽക്കാരല്ല അലക്കുൽത്തായി, കൈകെട്ടിയാൽ ഇങ്ങനെ 7 ലക്ഷത്തിന് എടുത്ത് 9 ലക്ഷത്തിന് വിറ്റ് 1 കോടി മറിഞ്ഞ് 9 ലക്ഷത്തിന് സെന്റിന് എടുത്ത് അത് 12 ലക്ഷത്തിന് വിറ്റ് 3 ലക്ഷം ഓരോ സെന്റിന് മറിഞ്ഞ് നിസ്കാരമൊക്കെ അലക്കുൽത്തായപ്പോൾ പണി നിർത്തി. അല്ലെ സ്ത്രീകളുടെ കൂട്ടത്തിലില്ലേ, കൈ കെട്ടിയാലാണ് സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ചത് മരിച്ചു പോയിട്ടുണ്ടാവും. നിസ്കരിക്കാൻ കൈകെട്ടിയതിന് ശേഷമാണ് ഭർത്താവിന്റെ ഉമ്മ കൈയൊക്കെ ഇങ്ങനെ ഇളകുകയാണ്, മരിച്ചു പോയതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് നിസ്കരിച്ച് കളയാം, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് പോയിട്ടൊന്ന് കൊടുക്കണമായിരുന്നോ അല്ലേ? നമ്മെ ആരെങ്കിലും ആക്രമിച്ച, നമ്മെ ആരെങ്കിലും ചീറ്റ് ചെയ്ത, നമ്മെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയ ആ പ്രയാസങ്ങൾക്കുള്ള പ്രത്യാക്രമണത്തിന്റെ മനസ്സ് രൂപപ്പെടുന്ന നിസ്കരിക്കുമ്പോ ഓരോന്നും അങ്ങനെ സർവമാന വിഷയങ്ങളിലും അല്ലെ, നാം ചെയ്തു കൂട്ടിയ സർവകാര്യങ്ങളിലും പോയി മനസ്സ് ചെന്ന് പതിക്കുക നിസ്കാരത്തിന്റെ ടൈമിലാ. ഭാഗ്യവാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിസ്കരിക്കാനായിട്ട് അങ്ങ് നിന്നുകഴിഞ്ഞാൽ അല്ലെ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നിസ്കരിക്കാനായിട്ട് അങ്ങ് നിന്നുകഴിഞ്ഞാൽ അവരെ കൽബെങ്ങനെയാണ്, അവരെ കൽബിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ, അസീസിൽ മിർജലി മിനൽ മുബ്കാ അവരെ ഉള്ളിൽ നിന്നൊരട്ടഹാസം വരുന്നു, ഒരു ഏങ്ങിക്കരച്ചിൽ വരുന്നു, ഒരു പൊട്ടിക്കരച്ചിൽ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാത്തൊരു കരച്ചിൽ ഉള്ളിൽ നിന്ന് മുഴങ്ങി കേൾക്കുന്നു. മുഖത്തിൽ നിന്ന് വരുന്ന കണ്ണുനീരല്ല, ഉള്ളിൽ നിന്ന് വരുന്ന തേങ്ങിക്കരച്ചിൽ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നിസ്കരിച്ച എത്ര മഹാന്മാരാണ്. മസ്ജിദുൻ നബവി അത് ഇന്നത്തെ രീതിയിലുള്ള മാർബിളിന്റെ ഫ്ലോർ ആയിരുന്നില്ല, വെറും പച്ച മണ്ണായിരുന്നു, പൊയ്യയായിരുന്നു. പൊയ്യയിൽ വിരിച്ച പായയിൽ, ഈത്തപ്പന പായയിൽ വെച്ചാണ് മഹാന്മാരായ സ്വഹാബാക്കൾ നിസ്കരിച്ചിരുന്നത്. പായ പോലും ഇല്ലാത്തൊരു ഘട്ടം ഉണ്ടായിരുന്നോ ചരിത്രത്തിൽ? ഇങ്ങനെയൊരു സംഭവം കാണുന്നുണ്ട്. സുജൂദിലേക്ക് പോയ സ്വഹാബാക്കളുടെ നെറ്റിത്തടത്തിൽ ചരൽക്കല്ലുകൾ വന്നു പതിച്ചപ്പോ സുജൂദിൽ കിടക്കുമ്പോൾ കോർത്തുമോർത്ത ചരൽക്കല്ല് നെറ്റിയിൽ വന്ന് പതിയുകയാണ്. മെല്ലെ, വളരെ മന്ദമായി, വളരെ മെല്ലെ ആ ചരൽക്കല്ല് നീക്കിയിട്ട് സുജൂദ് ചെയ്ത സ്വഹാബാക്കൾ ഉണ്ടായിരുന്നു. നിസ്കാരത്തിന്റെ സുജൂദിൽ അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞിരുന്ന സ്വഹാബാക്കളുടെ കണ്ണുനീര് കൊണ്ട് മസ്ജിദുൻ നബവിയുടെ പ്രതലം നനഞ്ഞു കുതിർന്നിരുന്നു. കണ്ണുനീരിന്റെ നനവ് കൊണ്ട് മസ്ജിദുൻ നബവിയുടെ മണ്ണിൽ പച്ച പുല്ല് മുളച്ചിരുന്നു. അബ്ദുൽ ഗഫൂർ തമാശ പറയുകയല്ല. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി, ഉറക്കെ പറയും ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരെ സംഭവം രേഖപ്പെടുത്തുകയാണ്. ആലോചിച്ചു നോക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴാണ് പഴയ കാലത്തെ സമൂഹത്തിന് വല്ലാത്ത സമാധാനം കിട്ടിയിരുന്നത്. ഈ SKSSFന്റെ സ്ഥാപിത ദിവസത്തിൽ ഇതിന് രൂപകൽപ്പന ചെയ്തുകൊണ്ട് ഇങ്ങനെയൊരു സംഘടനയെ സമുദായത്തിന്റെ സമക്ഷത്തിങ്കൽ സമർപ്പിച്ച മഹാനായ നിഷ്കാമ കർമ്മിയായിരുന്ന CH ഹൈദ്രോസ് മുസ്ലിയാർ. എന്നാ ചെയ്യാ, പെണ്ണുങ്ങൾ കുറച്ച് മുമ്പോട്ടിരിക്കുക, അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവും, കാണാണ്ട് വേല വെക്കൂല, അതാ വലിയ കംപ്ലൈന്റ്. ഏതായാലും കുറച്ച് മുമ്പോട്ട് സ്ഥലം ഉണ്ടോ, സ്ഥലം ഉണ്ടോ മുമ്പോട്ട്? അപ്പൊ എന്നെ കണ്ടുപോലെ, അതല്ലേ ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് ഇരിക്കാൻ കഴിയില്ല, ഞാനല്ലേ ട്രെയിനല്ല, അങ്ങോട്ട് കയറിയിരിക്കും, അങ്ങോട്ട് ഇരിക്കും. നീ 2 കുട്ടികളും കൊണ്ട് പോ, കുറച്ച് ചെറിയ 2 മക്കള് അവിടെ ഒന്ന് മാനേജ് ചെയ്ത് കൊടുക്ക്. താടിയുള്ള കുട്ടികളെ വേണ്ട, താടിയില്ലാത്ത മുമ്പോട്ട് കയറിയിരിക്കും. നാളത്തേക്ക് 2 വളണ്ടിയേഴ്സിന് നിശ്ചയിക്കും നിങ്ങൾ, പെണ്ണുങ്ങൾ തന്നെ. ഒന്ന് മുമ്പോട്ട് കയറിയിരിക്കും. സ്ത്രീകളെ കസേര എടുത്തിട്ടൊന്ന് എഴുന്നേറ്റേ, ഓരോ അവരവരെ കസേര എടുത്തിട്ട് എഴുന്നേറ്റ് എല്ലാവരും ഒന്നൊന്ന് മുമ്പോട്ട് വന്നേ. ഇതിനൊന്നും സമയമില്ല. മുമ്പോട്ട് വാ, എല്ലാവരും വാ. അവിടെ ഇരിക്കി, ഇനി വരില്ല ഇരിക്കി. ഇരുന്ന് നിങ്ങൾ കൊണ്ടുവന്ന കസേരയിൽ ഇരിക്കി. സംസാരിക്കല്ലേ, കേൾക്ക്.
നോക്കണം, സ്വഹാബാക്കളുടെ കണ്ണുനീര് കൊണ്ട് മസ്ജിദുൻ നബവിയുടെ പ്രതലം നനഞ്ഞു കുതിർന്നിരുന്നു. അവിടെ പച്ച പുല്ലുകൾ മുളച്ചു പോയിരുന്നു. മഹാന്മാരായ മുൻഗാമികൾക്ക് ഏറ്റവും താല്പര്യം നിസ്കരിക്കുമ്പോഴായിരുന്നു. നിഷ്കാമകർമ്മിയായ നമ്മുടെ ഒരു നേതാവുണ്ടായിരുന്നു, സീറ്റ് ഹൈദ്രോസ് മുസ്ലിയാർ എന്നാണ് മഹാനുഭാവന്റെ പേര്. മഹാനായ കാസർഗോഡ് ഖാദിയായിരുന്ന ടി കെ എം ബാവ മുസ്ലിയാരുടെ സതീർത്ഥ്യനായിരുന്നു, സമശീർഷകനായിരുന്നു, ഒരേ പ്രായക്കാരായിരുന്നു. ആ സീറ്റ് ഹൈദ്രോസ് മുസ്ലിയാരുടെ അവസ്ഥ അറിയുമോ? ഒഴിവ് കിട്ടുമ്പോഴൊക്കെ മഹാനുഭാവൻ മുസല്ല തേടി ചെല്ലുമായിരുന്നു, നിസ്കരിക്കുമായിരുന്നു. മുത്തലക്കായ സുന്നത്ത് നിസ്കാരം കറാഹത്തില്ലാത്ത ഹറാമില്ലാത്ത സമയങ്ങളിൽ മുഴുവനും മഹാനുഭാവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുക, ഈ 2 റക്അത്ത് ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കുക. അതിന്റെ പേരാണ് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം. അതിന് സമയമില്ല, അതിന് ഏത് സമയത്തും അതിങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കാം. ഈ 2 റക്അത്തായിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ സയ്യിദ് മുഹമ്മദ് നിസാമിയും സീറ്റ് ഹൈദ്രോസ് മുസ്ലിയാരും ഒരു കാറിൽ സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് കാറിന് എന്തോ ഒരു തകരാറ് സംഭവിച്ചു. കാർ റോഡിന്റെ സൈഡിൽ നിർത്തിയിട്ട് ഫിറ്റർമാരെ കൊണ്ടുവന്നു കാറ് നന്നാക്കാൻ. കാറ് നന്നാക്കിക്കൊണ്ടിരിക്കെ സീറ്റ് ഹൈദ്രോസ് മുസ്ലിയാരെ കാണാതായി. എവിടെ പോയി എന്ന് മനസ്സിലാകുന്നില്ല. നിസ്കാരത്തിന്റെ ടൈമായിട്ടുമില്ല. എവിടെയും കാണാതെ വന്നപ്പോൾ പള്ളികളിൽ കയറിയിട്ട് പരതാൻ തുടങ്ങി. എപ്പോഴുണ്ട് പള്ളിയിൽ വെച്ച് നീലം മുക്കാത്ത, സൂപ്പർ വെയിറ്റ് മുക്കാത്ത, ഇസ്തിരിയിടാത്ത, ചുക്കിച്ചുളിഞ്ഞ തുണിയും കുപ്പായവും തലപ്പാവും ധരിച്ച് ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി കൊച്ചു കേരളത്തിന്റെ സുന്നി യുവജന സംഘത്തിന്റെ പ്രഗത്ഭരായ ജനറൽ സെക്രട്ടറിയായ മഹാനായ സീറ്റ് ഹൈദ്രോസ് മുസ്ലിയാർ നിസ്കരിക്കുന്നു. നിസാമി ചോദിച്ചു, അല്ല ഉസ്താദെ, ഈ സമയത്തൊരു നിസ്കാരം എന്താ? ഇത് നിസ്കാരത്തിന്റെ ടൈമല്ലല്ലോ. അപ്പോൾ മഹാൻ പറയുകയാണ്, ഞാൻ ഓരോ ദിവസവും ഇത്ര എണ്ണം മുത്തലക്കായ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാറുണ്ട്. ഇന്ന് ആ എണ്ണം എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നിസ്കരിച്ചു തീർക്കുകയാണ്. കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് സീറ്റ് ഹൈദ്രോസ് മുസ്ലിയാരും BPM അബ്ദുൽ അസീസ് മാസ്റ്ററും നമ്മുടെ ഈ ജില്ലക്കാരനാണ്. 2 പേരും പടച്ചവനെ നിന്റെ അടുക്കലാണ്, മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാ, ഫറഹ് റാഹത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ നാളെ മരിച്ചാൽ ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന ഇതുപോലുള്ള മജ്ലിസിനെ ഞങ്ങൾക്ക് തരണേ അല്ലാ. BPM അബ്ദുൽ അസീസ് മാസ്റ്ററും സീറ്റ് ഹൈദ്രോസ് മുസ്ലിയാരും കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ബസ്സിൽ കയറി. അവർക്കൊന്നും സഞ്ചരിക്കാൻ സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. കൊച്ചു കേരളത്തിൽ കാണുന്ന ഇന്നത്തെ സുന്നി ചലനത്തിന്റെ പിന്നിൽ ആ മഹാന്മാരായ നിഷ്കാമകർമ്മികളുടെ ത്യാഗങ്ങൾ കാണാം, സമർപ്പണ മനോഭാവങ്ങൾ കാണാം, അവരെ അധ്വാനങ്ങൾ കാണാം. മുബാറക്ക് താമസിച്ചുവേ, ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അക്കരങ്ങാടി തങ്ങൾ നല്ലൊരു തങ്ങൾ, നമ്മുടെ ഒരു സംഘാടകനും നമ്മുടെ ഒരു നല്ല ഈ വിഷയങ്ങളോടേറെ ബന്ധപ്പെടുന്ന തങ്ങളുമാണ്. അല്ലാഹു തആല ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാവരും ഇരിക്കി. പെണ്ണുങ്ങളെ നിറഞ്ഞ ആണുങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ആണുങ്ങൾ മീമേങ്ങമ്മോട്ടെ. ഇൻഷാ അല്ലാഹ് കേൾക്ക്. ബഹുമാന്യരായ BPM അബ്ദുൽ അസീസ് മാസ്റ്റർ പറയുകയാണ്, സീറ്റ് ഹൈദ്രോസ് മുസ്ലിയാർ കോഴിക്കോട് നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. ബസ്സിൽ എങ്ങനെ ഉസ്താദ് നിസ്കരിക്കാൻ ചോദിക്കും. ബസ്സിൽ കയറിയിട്ട് നിസ്കരിക്കുക. അങ്ങനെ അത് ഹലാലായ യാത്രക്കാരുടെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബലക്ക് മുന്നിടൽ ഷർത്തില്ല. എന്നിട്ട് കൂടി ഖിബലയുടെ ഭാഗം ഏതു ഭാഗമാണെന്ന് നിർണയിച്ച് ബസ്സിൽ നിന്ന് ഈ 2 പേർ ഇരിക്കുന്ന സീറ്റാണ്. ആ ഖിബലയുടെ ഭാഗത്തേക്ക് തന്റെ ശരീരത്തെ തിരിച്ചു വെച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങി. എറണാകുളം എത്തുന്നത് വരെ ഈ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നു. മുസ്ലിമേ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാഅാണ്, തങ്ങളോടുള്ള ഇത്തിബാഅാണ്. ഇലയ്യ മിൻ ദുനിയാകും സലാത്ത്. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 സംഗതികളിൽ ഒന്ന് ത്വീബു പെർഫ്യൂം, 1 പെർഫ്യൂംസ് ആണ്, സുഗന്ധദ്രവ്യങ്ങളാണ്. 2 വന്നിസാ, എന്റെ ഭാര്യമാരാണ്, അവരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. 3 വഖുറത്തു ഐനി ഫിസ്സലാ,
നിസ്കരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന കൺകുളിർമയാണ് പറഞ്ഞു വരുന്നത്. നിസ്കാരത്തിലേക്ക് ആസ്വാദ്യ മനസ്സോടെ പ്രവേശിക്കുക. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ ഉരുവിടുന്ന ഓരോ ദിക്റിന്റെയും മന്ത്രങ്ങളുടെയും ആയത്തുകളുടെയും അർത്ഥം ഇങ്ങനെ ആലോചിച്ച്, ഇനി അർത്ഥമൊന്നും അറിയുന്നില്ല ഉസ്താദേ, ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഇരുന്നൊന്ന് പഠിച്ചാൽ പോരെ. ഫാത്തിഹയുടെ അർത്ഥം പഠിക്കാൻ, ഒരു 20 സൂറത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, അത്തഹിയ്യാത്തിന്റെ അർത്ഥം, റബ്ബനാ ലക്കൽ ഹംദുവിന്റെ അർത്ഥം, റബ്ബിഗ്ഫിർലി വറഹംനി എന്ന സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലെ അർത്ഥം എല്ലാം കൂടിയിട്ടാകെ ഒരു 10 മിനിറ്റ് ഇരുന്ന് പഠിക്കാൻ മാത്രം ബുദ്ധിയുള്ള മനുഷ്യന് അത്രയല്ല പഠിക്കാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ഉരുവിടുന്ന ഓരോ ദിക്റിന്റെയും ദുആഇന്റെയും മന്ത്രങ്ങളുടെയും ആയത്തുകളുടെയും അർത്ഥം ഇങ്ങനെ മനസ്സിൽ കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ കൂടെ നിസ്കരിക്കുമോ, അവനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചു. ഏത് വിശ്വാസികൾ? ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കരിക്കുമ്പോൾ ഭക്തി പ്രകടിപ്പിച്ച വിശ്വാസികൾ വിജയിച്ചു. തീർന്നില്ല, രണ്ടാമത്തെ വിഭാഗമാരാണ്? വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വിജയിച്ച വിശ്വാസി. അതല്ല എന്റെ വിഷയം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. സ്വർഗത്തിലേക്ക് നീതിസാരം പ്രവേശിക്കുന്ന അനുഗ്രഹീതർ, സ്വർഗസരണിയിലേക്ക് നീതിസാരത്തോടെ. ഒന്ന് ഭക്തന്മാരായ നിസ്കാരക്കാർ, മറന്നുപോകല്ലേ, അങ്ങനെ തുടങ്ങിക്കൊള്ളണം ഇവിടുന്ന് പണി. 2 വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, സർവ അനാവശ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീതർ. മുഅ്മിന്റെ ജീവിതത്തിൽ അനാവശ്യങ്ങൾ പാടില്ല. ലഗ്വ് എന്ന് വിശേഷിപ്പിക്കുന്ന സർവ വിഷയവും, തോന്നിവാസങ്ങൾ മുസ്ലിമിന്റെ ജീവിതത്തിൽ പാടേയില്ല. ഒരു തോന്നിവാസവും. ശരീരം തോന്നിവാസത്തിനെ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മുടെ തടി എങ്ങനെ കൊതിക്കുക? തടി തോന്നിവാസങ്ങൾ ചെയ്യാൻ കൊതിക്കും. റമദാൻ മാസത്തിൽ നോക്കൂ, മറ്റു മാസങ്ങളെക്കാൾ ഈ മാസത്തിൽ നമ്മൾ പരദൂഷണം പറഞ്ഞു പോകുന്നു, ഇല്ലേ? അത് ചോദിക്കട്ടെ. കാരണം എന്താ? നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന ഒരു ദോഷാണ് ഗീബത്ത്, നമീമത്ത്. അത് മറ്റു മാസങ്ങളെക്കാൾ നമ്മുടെ തടി ഈ മാസത്തിൽ പറഞ്ഞു പോവുകയാണ്. അല്ലെങ്കിൽ അല്ലാന്ന് പറയും. അതിനെന്തോ സമയം കിട്ടുക. മറ്റു മാസങ്ങളിൽ ഇത്ര ഗീബത്ത് പറയൂല. ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, നിസ്കരിക്കുന്ന മനുഷ്യന്മാര് ഗീബത്ത് പറയുന്നത്ര നിസ്കരിക്കാത്ത മനുഷ്യന്മാര് ഗീബത്ത് പറയൂല. കാരണം എന്താ? അത് ശരീരവും ഇബിലീസും രണ്ടും കൂടി കൂടിയിട്ട് ഓനെ കൊണ്ട് നിൽക്കാറില്ലാണ്ടാക്കി. ഇനി ഓനെ കൊണ്ട് ഗീബത്തൊന്നും പറയിപ്പിക്കണമെന്നില്ല. പള്ളിയിൽ നിസ്കരിച്ചിട്ട് പള്ളിയുടെ പുറത്തിരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അല്ലേ, അത് പെണ്ണുങ്ങൾക്ക് അറിയില്ല. അതേപോലെ തന്നെ മുസല്ലയിലെ നിസ്കാരം, കഞ്ചുൽ അർസ്, നൂറുൽ ഈമാനെ, അളമുസ്സലാത്ത് എല്ലാം കൂടി ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വന്നാൽ സുബ്ഹാനല്ലാഹ് അല്ലേ. അതൊന്നും ഇല്ലാത്ത പെണ്ണുങ്ങൾക്ക് വേറെന്തെല്ലോ സുഖങ്ങൾ ഉണ്ടാകും, പക്ഷേ ഗീബത്തും നമീമത്തും കുറയും. പറഞ്ഞു വരുന്നത്, മുസ്ലിമേ, നാവ് കൊണ്ടുള്ള ദോഷങ്ങൾ മാത്രമല്ല, എല്ലാ അവയവങ്ങളും ദോഷങ്ങൾ ചെയ്യുന്നു, അല്ലേ? എല്ലാ അവയവങ്ങളും ദോഷങ്ങൾ ചെയ്യുന്നു. ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവൻ അതിന് സമയമില്ല. അവൻ ആലോചിക്കുന്നു, ദുനിയാവ് അദ്ദുനിയാ സലാസു സആത്ത്, എവിടെയാ അനാവശ്യ കാര്യങ്ങൾക്ക് ഈ ദുനിയാവിൽ സമയം? ദുനിയാവാകെ 3 ടൈമാണ്. ഒന്ന് കഴിഞ്ഞു പോയ ടൈമാണ്, അത് തിരിച്ചു കിട്ടുകയില്ല. അതിനെക്കുറിച്ച് വല്ലാതെ ആലോചിക്കണ്ട. പിന്നീടുള്ള ടൈം വരാനുള്ള സമയമാണ്. അത് വരുമോ എന്നറിയില്ല. അതുകൊണ്ട് അതിനെ കുറിച്ചും ആലോചന വേണ്ട. ഉള്ള ടൈം മുമ്പിലുള്ള ടൈമല്ലേ. ഇഗ്തനിം ഫീഹാ, മുമ്പിലുള്ള ടൈമിൽ നമ്മൾ ആഖിറം സമ്പാദിക്കുകയാ വേണ്ടത്. എപ്പോഴും ഓർമ്മ വേണം, ഒഴിഞ്ഞു കിട്ടുന്ന ഒരു സമയവും നമ്മൾ വെറുതെ കളയല്ല, പൊട്ടിച്ചിരിക്കല്ല, തമാശ പറയല്ല. അതൊക്കെ ആഖിറം നഷ്ടപ്പെടുത്തി കളയുന്ന, നമ്മുടെ കൽബിൽ കറുത്ത പുള്ളി വീഴ്ത്തുന്ന തോന്നിവാസങ്ങളാ. വെറുതെ കിട്ടുന്ന സമയം മുഴുവനും ഇഗ്തനിം ഫീഹാ, എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുക. ഇനി ഒരു നല്ല, അതുകൊണ്ടല്ലേ ഈ ജോലിയുടെ പ്രാധാന്യം പറഞ്ഞ കിതാബുകളുണ്ട്. തൊഴിലിന്റെ പ്രാധാന്യം, ആ തൊഴിലിന്റെ പ്രാധാന്യം പറഞ്ഞ കിതാബുകളിൽ കാണുന്ന ഒരു വിഷയം എന്നറിയോ? തൊഴിൽ ചെയ്യുമ്പോൾ ദോഷങ്ങൾ കുറയും. ഇപ്പൊ എനിക്ക് ദോഷം ചെയ്യാൻ കഴിയും പോലെ ഉപകാരക്ക് ദോഷം ചെയ്യാൻ കഴിയില്ല. അവിടെ രാവിലെ പിന്നെ പീടിയെ കുത്തിരുന്നിട്ട് ചെയ്യുന്ന ചില ദോഷമുണ്ട്. അത് അദ്ദേഹത്തെ പോലെയുള്ള പഴയകാലം മുതലേ മാട്ടമ്മല സൈനാജി ഉസ്താദുമാരെ കൂടെയാണ്. അങ്ങനെ ഗീബത്ത് കള്ളത്തരം പറഞ്ഞിട്ട് സാധനം ബുക്കില്ല.
അങ്ങനെ വിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇന്നിങ്ങനെ ആവൂല. ആവൂല. പറഞ്ഞു വരുന്നത്, കച്ചവടം ചെയ്യുമ്പോൾ കള്ളത്തിനും പറയാ, കൊടുക്കലിലും വാങ്ങലിലും ചതി, അത് 2-3 ദിവസം ചെയ്യാൻ കഴിയൂ. പണിയില്ലാത്ത എൻ്റെ മാതിരി നിങ്ങൾ എനിക്കറിയില്ല, നിങ്ങൾ ഞാൻ പറയില്ല. എൻ്റെയൊക്കെ അവസ്ഥ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ല, യാതൊരു ലൈസൻസും ഇല്ലല്ലോ. അപ്പൊ നോക്കിട്ടെ, കൈ ഒരു 10 വട്ടം ഇങ്ങനെ അനക്കിയ വേദന വരും, കാല് 10 വട്ടം അനക്കിയ നാവുണ്ടോ. രാവിലെ തുടങ്ങി രാത്രി വരെ അടിച്ചു നോക്കി, അത് റീബത്തിന്റെ മീമത്തുവാണെങ്കിൽ വാള് പറയുകയാണെങ്കിൽ ദേഷ്യം പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ ഭാഗമൊക്കെ വേദന വരും. വാള് പറയുമ്പോൾ നിൽക്കുന്നത് ചൊല്ലിയാലോ. ഇതിനിടെ ഞാനൊരു സ്ത്രീയോട് ഒരു ഖുൽ ഹുവല്ലാഹു 1,00,000 ചൊല്ലാൻ പറഞ്ഞു. എൻ്റെ കുടുംബത്തിൽപ്പെട്ട കാണൽ ഹലാലായ പെണ്ണുങ്ങളാണ്. എന്നെ കൊണ്ട് ഇടങ്ങേറായില്ലേ എന്നാ അതങ്ങ് ചൊല്ലാൻ തുടങ്ങിയത് എന്തോ ഒരു ക്ഷീണ, ഭയങ്കര കുഴച്ചല്. നോക്കണം. എന്നാ ഒരു 10 ലക്ഷം ഗീബത്ത് പറഞ്ഞാലോ ഒരു തകരാറും വരൂല. നമ്മുടെ തടി അങ്ങനെയാണ്. ഇപ്പൊ നോക്കിയട്ടെ, ഒരു പരിശുദ്ധ ഖുർആന്റെ അത്ര വണ്ണമുള്ള ബഷീർ സാഹിത്യം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനോ മരിച്ചതിനോ ഏതൊന്നും കൊണ്ടാടുന്ന സമയം ഇപ്പോ ബഷീർ സാഹിത്യ പർവം, വിവേകാനന്ദ സാഹിത്യ പർവം, തകഴി ശിവശങ്കരപ്പിള്ള സാഹിത്യ പർവം, ആ ബുക്കെല്ലാം കൂടി ഒന്നിച്ചടിച്ചിട്ടുണ്ട്. അത് വായിക്കാൻ കുത്തിരുന്നാല് സുബ്ഹാനല്ലാഹ് വായിച്ച് തീർന്നാലും ഉറക്കം വരൂല. ഖുർആൻ ഓതാൻ തുടങ്ങിയാലോ ഉറക്ക് വരാത്ത മനുഷ്യന്മാരോട് ഇപ്പം കുട്ടികൾ പള്ളിയുടെ പുറത്തുനിന്ന് എനിക്ക് തീരെ ഉറക്കില്ലേ, ഖുർആൻ ഓതിയാൽ മതി, ഉറങ്ങിപ്പോവുകയാണ്. നമ്മുടെ തടിക്ക് നന്മയോട് മൊത്തം വെറുപ്പാണ്. നരക സ്വർഗത്തെ മറക്കപ്പെട്ടിരിക്കുന്നത് വെറുപ്പുകളെ കൊണ്ടാ. സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള എല്ലാ വിഷയങ്ങളോടും മനുഷ്യന് വെറുപ്പാണ്. നിസ്കാരം, ദിക്ർ, ദുആ, തലപ്പാവ്, തൊപ്പി, താടി തുണി കയറ്റി കൊടുക്കുക, സ്ത്രീകളെ ലൂസായ പർദ്ദയണിയുക, തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുക, അല്ലേ, ടൈറ്റ് ഫിറ്റ് ഇപ്പോഴുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്താ പറയാ, ഈ പുട്ടൻകുറ്റിക്ക് തുണി ചുറ്റിയതുപോലെ ചുറ്റുന്ന പർദ്ദകളൊക്കെ ഇറങ്ങിയ കാലാണ്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 4 ആള് എന്താ സാധനം പഠിച്ചോനെ, എന്തത്, അത് എന്ത് പക്ഷിയാ, ഗിനിപ്പക്ഷിയെ പോലെയുള്ള, അല്ലെ, ഗിനിക്കോഴിയെ പോലെ തോന്നുന്ന വിധത്തിൽ ഗിനിക്കോഴിയുടെ രീതിയിൽ ഉള്ള ഒരു തരം പർദ്ദ, മയിലിന്റെ രീതിയിൽ അണിയിച്ചൊരുക്കിയ വേറെ ഒരു പർദ്ദ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീ ഇനി പർദ്ദയിൽ നിന്ന് അടുത്തൊന്നും പിന്തിരിയില്ലെന്ന് വന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുവ്യൂഹം, അല്ലെ, ശത്രുവിഭാഗം മുസ്ലിം സ്ത്രീയെ കമ്പോള വഴിയിലെ ഒരു ചരക്കാക്കി മാറ്റാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത വേഷവിധാനം, അതിന് പർദ്ദ എന്നൊന്നും പറയാൻ കഴിയില്ല. അതിനോട് പെണ്ണിന് താല്പര്യമാണ്. ലൂസായ പർദ്ദ അണിയാൻ പെണ്ണിന് ഉറപ്പാ. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹ് പൊരുത്തപ്പെടാത്ത വിഷയങ്ങളോടാണ് തടിക്ക് വല്ലാത്ത താല്പര്യം. മുസ്ലിമേ, എങ്ങനെയാ നാം സ്വർഗത്തിലേക്ക് ചെന്നു ചേരുക? എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നൊരു കൽബുണ്ടാകണം. ഇപ്പോഴേ തുടങ്ങണം. ഓർമ്മയില്ലേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉറക്കെ പറയേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ വ്യത്യസ്തനാക്കുന്ന വിഷയം എന്താണ്? എല്ലാ തിന്മയോടും വല്ലാത്ത വെറുപ്പാ, എല്ലാ അമലിനോടും വലിയ ഇഷ്ടമാണ്. ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് മറയുടെ ആയത്തിറങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാര് മറക്കിരിക്കാൻ വേണ്ടി വെളിയിലേക്ക് പോകാറുണ്ടായിരുന്നു. സൗദാ ബീവി റളിയല്ലാഹു അൻഹയെ പോലുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കളിൽപ്പെട്ട അല്ലാഹു തആല ആഖിറത്തിൽ വെച്ച് നമ്മുടെ ആ ഉമ്മമാരെ കണ്ടുമുത്തം ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഉമ്മമാരെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ആ ഉമ്മമാര് പ്രവാചക പത്നിമാര് ഒളിക്കിരിക്കാൻ വേണ്ടി മറക്കിരിക്കാൻ വേണ്ടിയിട്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി പുറത്തു പോകുമായിരുന്നു. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് സന്ദർഭവശാൽ ഇവരെ കണ്ടുമുട്ടുന്നു, ശാസിക്കുന്നു, പുരയിലേക്ക് മടങ്ങി പോകാനായിട്ട് ഓർഡർ ചെയ്യുന്നു. ആ സമയത്തും മറയുടെ ഹിജാബിന്റെ ആയത്തിറങ്ങിയിട്ടില്ല. ശരീരം മറച്ച് പെണ്ണ് പുറത്തിറങ്ങാതെ ഇരിക്കണമെന്ന ആയത്തിറങ്ങിയിട്ടില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
അൻഹുവിന്റെ ശാസന കഴിഞ്ഞിട്ടാണ് അർഹമുർ റഹീമീനായ അല്ലാഹുവിൽ നിന്ന് ആയത്തിറങ്ങുന്നത്. ഇത് ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, മദ്യം പൂർണ്ണമായും നിഷിദ്ധമാക്കാൻ കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു അഭ്യർത്ഥനയാണ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു തആല ഹറാമാക്കിയ എല്ലാ ഹറാമിനോടും നമ്മുടെ കൽബിലും വെറുപ്പുണ്ടാകണം. അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ എല്ലാ ആരാധനാ കർമ്മങ്ങളോടും, നിസ്കാരത്തോട്, സക്കാത്തോട്, ഹജ്ജോട്, റമദാൻ മാസത്തെ നോമ്പോട്, സുന്നത്തായ അമലുകളോട് ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇഷ്ടമുണ്ടാകണം. മഹാന്മാരായ സ്വഹാബാക്കൾ ഓരോ ഹറാമും ഹറാമാക്കുന്ന നേരത്ത് അവരെ അവസ്ഥ അറിയില്ലേ? മദ്യം കഴിച്ച് മദ്യത്തിന്റെ കുപ്പി കയ്യിൽ കരുതി വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ മദ്യത്തെ തലയിണയുടെ അടുത്ത് വെച്ച് രാവിലെ എഴുന്നേറ്റ ഉടനെ വീണ്ടും മദ്യം കടിച്ച് മദ്യത്തിന്റെ ലഹരിയിൽ മുങ്ങിക്കുളിച്ച് ജീവിച്ചിരുന്ന മദ്യാസക്തരായ ഒരു സമൂഹത്തിന്റെ മുമ്പില് ഹൽ അന്തും മുന്തഹൂൻ, നിങ്ങൾ മദ്യത്തെ അവസാനിപ്പിക്കുന്നില്ലേ? മദ്യപാനം നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ? വർജിപ്പിക്കുന്നില്ലേ എന്നായത്തിറങ്ങിയപ്പോ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ എന്ന് തുടങ്ങുന്ന ആയത്തങ്ങിറങ്ങലോടുകൂടെ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മദ്യശാപ്പിൽ നിന്ന് മദ്യം കടിച്ചു കൊണ്ടിരുന്ന മുസ്ലിമീങ്ങൾ ഈ ആയത്ത് കേട്ടില്ലേ? മദീന പട്ടണത്തിലെ മുസ്ലിമീങ്ങൾ മൊത്തം ഈ ആയത്ത് കേട്ടില്ലേ? ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾ ഈ മദ്യത്തെ അവസാനിപ്പിക്കുന്നില്ലേ എന്ന ആയത്ത് കേൾക്കലോടെ കയ്യിലുള്ള മദ്യക്കോപ്പയും മദ്യക്കുപ്പിയും മദ്യത്തിന്റെ പേരലും വലിച്ചെറിഞ്ഞില്ലേ? ഇന്തഹൈന ഇന്തഹൈന ഇന്തഹൈന, ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇല്ല ഇല്ല, പിന്നെ അന്നത്തെ മുസ്ലിമീങ്ങൾ ആരും മദ്യം കടിച്ചില്ല. അതേപോലെ ആലോചിച്ചു നോക്കുക, വ്യഭിചാരം സ്വന്തം ശരീരത്തിന്റെ മജ്ജയോട് ചേർന്ന് നിൽക്കുന്നൊരു വീക്ക്നെസ് അല്ലേ? മദ്യപാനം പോലെ തന്നെയല്ലേ മദിരാക്ഷിയും? അത് ജീവിതത്തിൽ അങ്ങ് തുടർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിയാൻ വലിയ പ്രയാസമാകില്ലേ? അതേസമയം ഒന്നാം മുസ്ലിമീങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, അത് മോശമായ പ്രവർത്തനമാണ്, വളരെ നികൃഷ്ടമായ പ്രവർത്തനമാണ്, മോശമായ മാർഗമാണ്. ആയത്ത് കേൾക്കലോടെ അവരും 100% ആ തോന്നിവാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. സമീനാ വഅത്വനാ, അല്ലാഹുവേ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. പിന്നെ ആ കാലത്തെ മുസ്ലിം സമൂഹം, ഒന്നാം മുസ്ലിമീങ്ങൾ പിന്നെ വ്യഭിചരിച്ചില്ല. അതേപോലെ പലിശ ഹറാമാക്കിയപ്പോ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ, ചരിത്രത്തിലെ ഏറ്റവും വലിയ പലിശയുടെ കാലം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പുള്ള കാലമായിരുന്നു. അവരൊക്കെ കടം കൊടുക്കാറുണ്ടായിരുന്നു. കടം കൊടുത്തിട്ട് പലിശയാണ് പണം വാങ്ങുക, പലിശ സഹിതമാണ് കട തിരിച്ചു വാങ്ങുക. പലിശ വല്ലാതെ സാർവത്രികമായിരുന്ന കാലത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ പലിശയെ ഹറാമാക്കിയില്ലേ? മുസ്ലിമീങ്ങൾ പിന്നെ ആരും പലിശ വാങ്ങിയില്ല. മൂലധനം മാത്രം, ക്യാപിറ്റൽ മാത്രം, കൊടുത്ത പണം മാത്രം തിരിച്ചു വാങ്ങിയിട്ട് അല്ലേ പലിശ തിരിച്ചു കൊടുത്തില്ലേ? 14 നൂറ്റാണ്ട് കഴിഞ്ഞ് 2014 വന്നു നിൽക്കുന്ന ഈ മുസ്ലിം സമൂഹത്തോട് IT വിപ്ലവത്തിന്റെ കാലത്തെ സൈബർ യുഗത്തിലെ ഈ വർത്തമാനകാല പരിസരത്തെ മുസ്ലിമേ, നമുക്കുള്ള ഏറ്റവും വലിയ പരാജയം പ്രത്യക്ഷത്തിലുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നു, തൊപ്പിയണിയുന്നു, താടി വെക്കുന്നു, തുണി കയറ്റി കൊടുക്കുന്നു, ഹജ്ജിന് പോകുന്നു, ഖുർആൻ ഓതുന്നു, പലിശ വാങ്ങുന്നു, വ്യഭിചരിക്കുന്നു, എല്ലാ കുത്തിക്കുരുത്തക്കേടും, എല്ലാ തോന്നിയാസവും. അതുകൊണ്ട് ഇവിടെ വെച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന നീയത്ത് കൽബിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നൈമിഷികമായ ൾക്ക് തിരിച്ചു നൽകുമായിരുന്നു. കാരണം ഇതെങ്ങനെ വരുന്ന പണമാണെന്ന് സൂക്ഷ്മമായി കാളമ്പാടിക്കറിയില്ല. അതുകൊണ്ട് മക്കളെ പണം പോലും കയ്യിൽ സ്വീകരിച്ചില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ,
നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ നമ്മളൊക്കെ? ലിഖാഉല്ലാഹി സാധ്യമാകാനല്ലേ നോമ്പ് നോൽക്കുന്നത്? നോമ്പിന്റെ പ്രതിഫലം പടച്ച റബ്ബിനെ കാണലല്ലേ? കണ്ടാലും മതി വരാത്ത പടച്ച റബ്ബിനെ കാണണോ എന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹു തആല സ്വീകരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? പള്ളിയിലേക്ക് ഹറാമായ ഭക്ഷണം പോയാൽ അല്ലാഹ് കബൂൽ ചെയ്യില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. സ്ത്രീകളെ, ഭർത്താവ് ഏത് വഴിയിൽ നിന്നാ പണം കൊണ്ടുവരുന്നത്? ഭർത്താവോട് ചോദിക്കണം. നമ്മൾ കേവലം അടിമകളെ പോലെ കഴിയുന്ന ഭാര്യയാകല്ലേ. നിന്റെ പേര് സൗജത്ത് എന്നാണ്, ഇണ തുണ എന്നാണ് ഇതിനെ മലയാളീകരിച്ച് പറയുക. ഭാര്യ ഭർത്തൃ സങ്കല്പം ഇസ്ലാമിലില്ല. ഭർത്താവ് എന്ന മലയാള പദത്തിന്റെ അർത്ഥം ഭരിക്കുന്നവനെന്ന്, ഭാര്യ എന്ന മലയാള പദത്തിന്റെ അർത്ഥം ഭരിക്കപ്പെടുന്നവളെന്ന്. നീ ഭരിക്കപ്പെടുന്ന പെണ്ണാകേണ്ടവളല്ല, നീ ഇണയും തുണയുമായി ജീവിച്ചു പോകേണ്ടവളാണ്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഭർത്താവിന്റെ ജോലി എന്താണെന്ന് നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിൽ ഹറാമിന്റെ കലർപ്പ് വരാതെ സൂക്ഷിക്കേണ്ടത് മോളെ നീയാ. ഹറാമായ വഴിയിലൂടെ പണമുണ്ടാക്കല്ലേ, അത് സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് വരല്ലേ. ഞാനും നിങ്ങളും ഹറാമ് മക്കളെ തീറ്റിച്ചാൽ മക്കൾ നന്നാകൂല. ഇന്നിങ്ങോട്ട് വാതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് വരുമ്പോ എന്റെ കൂടെ ബസ്സിൽ യാത്ര ചെയ്തൊരു മുസ്ലിം മാസ്റ്റർ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ എന്നോട് ചോദിക്കുകയാണ്, മതപഠന ക്ലാസുകൾ നമുക്കല്ലേ അധികം, എല്ലാ മതപഠന സംരംഭങ്ങളും നമുക്കല്ലേ അധികം, അറബിക് കോളേജുകൾ ധാരാളം, മദ്രസകൾ ധാരാളം, പള്ളികൾ ധാരാളം, ഇസ്ലാമിക സംസ്കരണത്തിലേക്ക് നയിക്കുന്ന ഉത്ബോധന സദസ്സുകൾ ധാരാളം. എല്ലാ സദസ്സും ഉണ്ടായിട്ടും കുറ്റകൃത്യങ്ങളിൽ നമ്മളല്ലേ മുമ്പിലുള്ളത്. കഴിഞ്ഞ കൊല്ലത്തെ റമദാൻ മാസത്തിന്റെ ഒറ്റയിട്ട രാവ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന 27-ാം രാവിന്റെ ഭക്തിദായകമായ ലഹരിയുമായി മുസ്ലിമീങ്ങൾ പള്ളികളിലേക്ക് ഹയാത്താക്കുവാനും എത്തിക്കാതിരിക്കാനും പോകുന്ന രാത്രിയിലാണ് അബ്ദുസ്സലാം ഹാജിയെ തൃക്കരിപ്പൂരിൽ വെച്ച് കൊലപ്പെടുത്തുന്നത്. അതേപോലെ ഈ റമദാനിന്റെ ഒന്നാമത്തെ അവസാനിപ്പിക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് അല്ലേ കാസർഗോഡ് സ്വദേശികളായ രണ്ട് മൂന്ന് പേരെ ഒരു കൊലപാതകത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആലോചിച്ചു നോക്കുക, മുസ്ലിം സമൂഹത്തിൽ കൊലപാതകം കൂടി വരുന്നു, ആത്മഹത്യ വർദ്ധിച്ചു വരുന്നു, അരാജകത്വം കൂടി വരുന്നു. കാരണം എന്താ? ധാരാളം കാരണങ്ങളിൽ നിന്നൊരു കാരണം മത്ഉമുഹു ഹറാം. എത്ര വാത് പറഞ്ഞിട്ടെന്താ, എത്ര ഉത്ബോധനം ചെയ്തിട്ടെന്താ, എത്ര പഠന ക്ലാസുകൾ നടത്തിയിട്ടെന്താ? ഉള്ളിലേക്ക് പോയ ഭക്ഷണം ഹറാമിൻ്റെതാണോ? എഫക്ട് ചെയ്യാൻ പ്രയാസമാ. മസ്റബുഹു ഹറാം, കുടിച്ച വെള്ളം ഹറാമിൻ്റേത്. മൽബസുഹു ഹറാം, ധരിച്ച വസ്ത്രം ഹറാമിൻ്റേത്. അവന്റെ ദുആ കബൂൽ ചെയ്യില്ല എന്ന് മാത്രമല്ല, അവനെ തന്നെ റബ്ബ് തആല സ്വീകരിക്കില്ല. ഖാല റസൂലുള്ളാഹി. ചെറിയ കാര്യമൊന്നുമല്ലത്. നല്ലപോലെ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും കിട്ടിപ്പോ രണ്ടാള് പാർട്ണർമാരായിട്ട് ജോലി ചെയ്യുന്നൊരു സ്ഥാപനം പാര വെച്ചിട്ട് അവന്റെ പേര് രജിസ്റ്ററിൽ നിന്ന് ഡോക്യുമെന്റ്സിൽ നിന്ന് കളഞ്ഞ് ഇവന്റെ പേരിലാക്കി നന്നായി കച്ചവടം പൊടിപൊടിച്ച് അതിൻ്റെ ഇടയിൽ വീടുണ്ടാക്കി കുട്ടികളൊക്കെ വളർത്തി. മക്കള് അറിയോ, മക്കള് ബൂട്ടിട്ട കാല് കൊണ്ട് പിതാവിനെ ചവിട്ടി. നിങ്ങളറിയോ? കാഞ്ഞങ്ങാട് തന്നെയാണ്, അല്ലാണ്ട് അങ്ങ് യൂറോപ്പിലല്ലത്. ആ ഉപ്പന്റെ മുമ്പിൽ കറുത്ത മീശ വെച്ച ഉപ്പ, ധൈര്യം ചെയ്തിട്ടൊന്നും എനിക്കറിയില്ല, എന്നാലും ഒരു 55 വയസ്സിൽ താഴെയാ. കറുത്ത മീശ വെച്ച എൻ്റെ അത്ര വയസ്സ് കാണിക്കൂല സാറേ. ചവിട്ടി, നിലത്തിട്ട് ചവിട്ടി. അതിന്റെ ഓള് നോക്കി നിന്നോ. നെട്ടും പോട്ടൊക്കെ താഞ്ഞ് കമ്പനി പൂട്ടിയ ഉപ്പയല്ല, ഒരു 75 വയസ്സ് കഴിഞ്ഞ ഉപ്പയല്ല. നല്ല ആരോഗ്യവാനായ, ഇപ്പോഴും ജോലി ചെയ്യുന്ന, യഥേഷ്ടം സ്വത്ത്, സ്ഥാവര ജംഗമ വസ്തുക്കൾ. ശരിക്ക് കേൾക്കണം, സ്വന്തം പേരിലുള്ള ഉപ്പയെ നിലത്തിട്ട് ചവിട്ടുമ്പോൾ ആ ഭാര്യ, ആ മോന്റെ ഉമ്മ, ഓന്റെ ഓള് നോക്കി നിന്നു. ആലോചിച്ച് നോക്കണം. ഞാൻ ഈ ആ മോനെ കുറ്റം പറയില്ല. നിങ്ങൾ പറയുന്ന സാധനം കുറെ കുട്ടികൾ കേൾക്കുന്നുണ്ട്, നമ്മളെയും ചവിട്ടിക്കളയും. ഞാൻ ആ മോനെ കുറ്റം പറയില്ല, ചെയ്തത് വലിയ തെറ്റാണ്. പക്ഷേ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഹറാമിന്റെ കലർപ്പുണ്ടായാൽ, ആ മകനെ ധരിപ്പിച്ച ഡ്രസ്സിൽ ഹറാമിന്റെ കലർപ്പുണ്ടായാൽ, അതാ ഞാൻ പറഞ്ഞേ,
നമ്മൾ ഈ അള്ളാഹിനെ പറ്റിച്ചിട്ട് എവിടത്തേക്കാ ഓടാൻ പോന്നേ? അള്ളാഹുവിനെ ചതിച്ചിട്ട് എവിടെയാ ഓടാൻ പോകുന്നേ? ദുനിയാവിലേക്ക് വരണ്ടേ? ഒന്നുകൂടി പറഞ്ഞുതരാം. മറ്റുള്ളവരെ ചതിച്ചിട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് ഇപ്പതാ മാനസിക സ്വസ്ഥത ഇല്ലാതെ എപ്പോൾ നോക്കിയാലും രോഗം, പ്രയാസം, പരീക്ഷണം തീരാത്തത്ര മനുഷ്യന്മാരുണ്ട്. കാരണം എന്താ? ആരെയോ വേദനിപ്പിച്ചു, അവൻ ദുആ ചെയ്തു. മദ്ലൂം, മർദിതന്റെ ദുആയിനെ സൂക്ഷിക്കണേ. വേദനിപ്പിച്ചിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കി അനുഭവിക്കാൻ കഴിയില്ല. എപ്പോഴും ഓർമ്മ വേണം. പട്ടിണി കിടന്ന് മരിച്ചാലും ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ പള്ളിയിൽ ഒന്ന് കൂടാനുള്ള കച്ചവടക്കാരിൽ ചില ആൾ പറയലുണ്ട്, ഉസ്താദേ നിങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ എൻ്റെ ഉപ്പാനോട് ഭയങ്കര സ്നേഹം തോന്നുകയാണ്. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഉപ്പ 5 പൈസ ഉണ്ടാക്കി തന്നിട്ടില്ല. നോക്ക്, മനസ്സിലായില്ല? ഒരാളത് മേലോട്ട് നോക്കുന്നു, ഒരാൾക്ക് മനസ്സിലായിട്ടില്ല, അയാൾ മേലോട്ട് നോക്കുന്ന ചില ആളുണ്ട്. ഗൾഫിലാണ്, സൂപ്പർ മാർക്കറ്റിലെ ഹോം ഡെലിവറി സെയിൽമാൻ ആണ്. സൈക്കിൾ ചവിട്ടണം, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അറബി വീട്ടിലേക്ക്, അറബി വീട്ടിൽ നിന്ന് സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെ ചവിട്ടുമ്പോൾ ടാറ്റായും ബിർളായും അല്ല പടച്ചു, എന്നെയും പാപ്പാനെ അല്ല പടച്ചു, അള്ളാന്റെ കുരുത്തക്കേട്. ഇങ്ങനെ നോക്കണം. ടാറ്റയെയും ബിർളയും പോലെ എന്റെ ബാപ്പയാക്കിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ആയിപ്പോവോ? സൈക്കിൾ ചവിട്ടുകയാണ് അല്ലെ? അറബി വില്ല ടു സൂപ്പർ മാർക്കറ്റ് ടു അറബി വില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മരുഭൂമിയിലൂടെ ചവിട്ടി രാത്രിയാകുമ്പോ 2 തുടയുടെ ഭാഗം പൊട്ടിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ആ കീച്ചേരി ഉസ്താദിനൊക്കെ എത്ര സുഖാണ്. എന്നോടൊന്ന് പറഞ്ഞത് ഒരാള്, എത്ര സുഖാണെന്ന് നിങ്ങളറിയോ? ആ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഓർമ്മിച്ചാൽ മതി, കക്കാൻ പോകുകയല്ലല്ലോ, ഹലാലായ പണിയല്ലേ. ഈ പണിക്ക് റഹിമല്ലാഹുംറഅൻ, അങ്ങനെയുള്ള കഠിനമായ വിഷമമുള്ള ജോലി ചെയ്യുമ്പോൾ ഇത് ഓർമ്മിച്ചാൽ മതി. റഹിമല്ലാഹുംറഅൻ ഇക്തസബ തയ്യിബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നല്ല ജോലി ചെയ്യുന്നവന് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹലാലായ ഏതേത് കാഠിന്യമുള്ള ജോലി ചെയ്യുന്നവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തം കൊടുത്തിട്ടുണ്ട്. അവൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ആ വിയർപ്പ് തുള്ളികൾ വൃഥാവിലാകില്ല, ആ പെടാപ്പാട് വെറുതെയാകില്ല. നാളെ അള്ളാന്റെ മുമ്പിലെത്തുമ്പോൾ പടച്ചോന്റെ മുമ്പിലെത്തുമ്പോൾ ഇവന്റെ മുഖം 14-ാം നിലാവിലെ നോക്കണം. നിസ്കരിച്ചിട്ടല്ല, നോമ്പ് നോച്ചിട്ടല്ല, ജോലി ചെയ്തിട്ട് അള്ളാന്റെ മുമ്പിലെത്തുന്നവന്റെ മുഖം പാൽനിലാവ് പൂത്തു നിൽക്കുന്ന 14-ാം രാവിലെ വിലങ്ങ് കയറിയാൽ നീതിയില്ലാതാകുന്നോ? അല്ലെ? നീതിസാരം ജീവിതത്തിൽ നിന്ന് നഷ്ടമായാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അസാധ്യമാകുന്നോ? മുസ്ലിമേ, നാക്കാലികളെക്കാളും കടുത്ത ഭാഗ്യദോഷികളായി നമ്മൾ മാറുന്നോ? ആലോചിക്കെ, നരകത്തിലേക്ക് ഇങ്ങനെ ക്യൂ നിർത്തിയ മനുഷ്യന്മാര് കാണുമല്ലോ ഇപ്പുറത്തുനിന്ന് മൃഗങ്ങൾ മണ്ണാകുന്ന രംഗം. അതിപ്പോ കാണുമ്പോഴല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു പ്രയോഗമല്ലേ, കൊന്തും തുറാബ. എവിടെയാടാ ആമാജ് പോയെ, അവൻ കൊന്തും തുറാബയായി. കാസർഗോഡ് ഭാഗത്ത് അതെ അങ്ങനെ പ്രയോഗമില്ലേ? ഇല്ലേ ഭായി? കൊന്തും തുറാബിയായി എന്ന സാധനം പഠിച്ചോനെ, അത് കൊന്തും തുറാബിയായി. ആമോജിയുടെ പോയെ അയാളെ കൊന്തും തുറാബിയായി. മരിച്ചുപോയാ? മരിച്ചിട്ടല്ല ഉസ്താദെ, ഒന്നുമില്ലാണ്ടായി. അങ്ങനെ പ്രയോഗമുണ്ട് വടക്കോട്ട്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദാ മൃഗങ്ങളൊക്കെ നമ്മളിങ്ങനെ ക്യൂ നിർത്തിയിരിക്കാൻ നരകത്തിലേക്ക്. അള്ളാഹു കാക്കട്ടെ, ആമീൻ പറയും. നമ്മൾ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകുന്ന ആ 7 പ്രാവശ്യത്തിൽ നിന്നൊരു പ്രാവശ്യം മണ്ണ് കൊണ്ടാകേണ്ട നായേതാ പുറത്ത് നിന്ന് മണ്ണാകുന്നു. സുബ്ഹാനല്ലാഹ്, എക്സ്ക്യൂസ് പറയാൻ ഇവിടെ ഉമ്മ വരൂല്ല, ഉപ്പ വരൂല്ല. പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും കേസിൽ പിടിച്ചു കൊണ്ടുപോയാൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനക്കാര് കൂട്ടാൻ വരൂല്ലേ? ജാമ്യം നിൽക്കാൻ ഇവിടെ ആളില്ലല്ലോ. ഫ്രണ്ട്സാരും ഇവിടെ ഇല്ല, ബാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല. സഹായിക്കാനും അത്താണിയാകാനും ആളില്ല. ആലംബമറ്റവൻ എന്ന് മലയാളത്തിൽ വാക്കില്ലേ? അത് അർത്ഥപൂർണമാവുക ആഖിറത്തിലെത്തുമ്പോഴാ. യാ ലൈതനീ കുന്തു തുറാബാ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവിടെ വെച്ച് വിലപിച്ചു പോകുന്നു. അള്ളാഹു നമ്മെയും മാതാപിതാക്കൾ, ഭാര്യ മക്കളെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വരുന്നത്, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ മാരാണ്. 3. അതിലിപ്പോ ഈ ധനമോഹം മാത്രം ഇന്നും നാളെയായിട്ട് ഈ വിഷയം പറയാം.
ലൈംഗികമായ ആഗ്രഹം. ശരിക്കും കേൾക്കണേ, തോറ്റുപോകാൻ, പ്രായമുള്ള ആളും തോറ്റുപോകാൻ. എന്താണെന്നറിയാം, ഒന്നുമില്ലെങ്കിൽ പെണ്ണിന്റെ ഭംഗി കാണുന്ന, നഗ്നയായി പെരുമാറുന്ന പെണ്ണും, പുരുഷന്റെ ഭംഗി ആസ്വദിക്കുന്ന സ്ത്രീ ഉണ്ടാകാം. ആപേക്ഷികമായി അത് കുറവാണ്. പുരുഷന്റെ ഭംഗി ആസ്വദിക്കുന്നവരുണ്ടാകാം. എന്നാ നോക്കണം, നഗ്നത പുരുഷന്റെ മുമ്പിൽ അല്ലേ ഏതെങ്കിലും വിധത്തിൽ സെക്സ്വൽ വീക്ക്നെസിന്റെ അഡിക്റ്റുകളായി, അടിമകളായി മാറിപ്പോകുന്നു നമ്മൾ. അതുകൊണ്ടല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഏറ്റവും അധികം നരകത്തിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്ന മനുഷ്യന്റെ 2 അവയവങ്ങൾ, അൽ ഫമു ഒന്ന് വായയാണ്, വൽ ഫർജു മറ്റൊന്ന് ഗുഹ്യസ്ഥാനമാണ്. അതെപ്പോഴും വ്യഭിചരിച്ചിട്ടല്ല, എല്ലാവരും വ്യഭിചരിച്ചിട്ടല്ല. എന്തെങ്കിലും സെക്സ്വൽ വീക്ക്നെസ്സുകൾ അതൊന്നുകിൽ നോക്കലാകാം, അല്ലെങ്കിൽ കാണിക്കലാകാം. പുരുഷന്റേത് നോക്കലാകാം, പെണ്ണിന്റേത് കാണിക്കലാകാം. നോക്കണം, മുഖം കാണിച്ചു കൊടുത്താൽ പോയില്ലേ അല്ലെ, മുൻകാലിന്റെ മനോഹരമായ ഭംഗി കാണിച്ചു കൊടുത്താൽ അല്ലെ പോയില്ലേ, രണ്ട് മുങ്കയുടെ വെള്ളയോ അല്ലെങ്കിൽ പുറമോ കാണിച്ചു കൊടുത്താൽ അത് നഷ്ടമായില്ലേ. എത്ര വലിയ സീരിയസ് വിഷയമാണ്. പാടില്ല. പെണ്ണാലോചിക്കണം, ഞാൻ ഒരാൾക്കും പ്രദർശന വസ്തുവാകരുത്. ഒരാളുടെയും മുമ്പിൽ ഞാൻ ചമഞ്ഞൊരുങ്ങി എന്റെ ഭർത്താവല്ലാത്തവരുടെ മുമ്പിൽ ഞാൻ പോകണ്ട. മമ്മൂക്കയുടെ ഭാര്യ മരിച്ചപ്പോൾ പത്രങ്ങൾ എഴുതിയില്ലേ, ഇതുവരെ ഫോട്ടോയുടെ മുമ്പിൽ പോസ്റ്റ് ചെയ്യാത്തവളാ. മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ കെയുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. സൽക്കാരപ്രിയനായിരുന്നു തലശ്ശേരിയിലെ മമ്മൂക്കൈ. കെ സാഹിബ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒരാൾക്കും അറിയില്ല. പ്രശസ്തരായ 2 മക്കളുണ്ട്. ഒന്ന് SA പുതിയ വളപ്പിലാണ്, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ അധ്യക്ഷനാണ്. മറ്റൊന്ന് PV സൈനുദ്ദീനാണ്, അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ്. 2 മക്കളുണ്ട്. മക്കൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കെ സാഹിബാണെങ്കിൽ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ഈ പ്രദേശവുമായി, കാഞ്ഞങ്ങാടുമായിട്ടേറെ ബന്ധമുള്ളയാളാണ്. പക്ഷേ ഒരാൾക്കും കെ സാഹിബിന്റെ ഭാര്യയെ അറിയില്ല. കഴിഞ്ഞ റമദാനിന്റെ ശേഷം ഈ റമദാനിന്റെ ഇടയിലാണ് കെ സാഹിബിന്റെ ഭാര്യ വാർദ്ധക്യ സഹജകമായ രോഗവുമായി മരണപ്പെടുന്നത്. മക്കൾ ഓർമ്മക്കുറിപ്പിൽ പറഞ്ഞിരുന്നു, ഉമ്മാക്ക് നിർബന്ധമുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കരുതെന്ന്. അതേപോലെ തന്നെ പ്രയാസപ്പെട്ട് മാസങ്ങളോളം കിടന്നിട്ട് മരിക്കരുതെന്ന് ആഗ്രഹം പോലെ സംഭവിച്ചു. ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല, പുരയിൽ വെച്ച് മരണപ്പെട്ടു. ഒരിക്കൽ പോലും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തില്ല. സ്ത്രീകളെ, പുരുഷന്മാരെ, നിങ്ങളൊന്നടങ്ങിയിരിക്കുമോ? പുരുഷന്മാര് കുടുങ്ങിപ്പോകും, അതുറപ്പല്ലേ. പെണ്ണുങ്ങൾ പരമാവധി അങ്ങ് അടങ്ങിയാൽ മതി. വല വീശാൻ വരുന്ന പുരുഷന്റെ മുമ്പിൽ പെണ്ണ് 1000 കുതിരശക്തിയോടെ പ്രതിരോധം തീർക്കുക. ഇതിപ്പോ ഫോൺ വിളിക്കേണ്ടതിന് മുമ്പ് തന്നെ കുടുങ്ങിയ പെണ്ണ്, ആണിന്റെ കുടുക്കലിൽ കുടുങ്ങിയ പെണ്ണ്. വ്യഭിചാരങ്ങൾ നടക്കുന്നു. വ്യഭിചാരം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വാട്സപ്പ്, ഫേസ്ബുക്ക്, അത് രണ്ടും തീർക്കുന്ന തോന്നിവാസങ്ങളുടെ, അത് മാത്രം വേദ പറയലുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. തോന്നിവാസങ്ങൾ എത്രയാ. അതുകൊണ്ട് പ്രഭാഷണം കേൾക്കുന്ന എല്ലാ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു തആല തന്നൊരു നിഅമത്ത്, ഒരു അനുഗ്രഹമാണ് ശഹവത്ത്, ലൈംഗികമായ ആഗ്രഹം. അത് പടച്ചിറപ്പ് പൊരുത്തപ്പെടുന്ന വഴിയിൽ മാത്രം ചെലവഴിക്കുക. ഹറാമ് വേണ്ട. ഗൗരവത്തോടെ ആലോചിക്കേണ്ട ഒരു വിഷയം ഇതാണ്. ഈ വ്യഭിചാരവും നേരത്തെ പറഞ്ഞ പലിശയുമില്ലേ, അത് നമ്മളങ്ങ് ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ ശിക്ഷ അത് അല്ലാഹു തആല ചിലപ്പോൾ ആഖിറത്തിലേക്ക് പിന്തിപ്പിക്കില്ല. ഒരു നാട്ടിൽ വ്യഭിചാരവും പലിശയും വെളിവായാൽ ആ നാട്ടിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നതാണ്. റസൂലുള്ളാഹി ആഖിറത്തിൽ എത്തണമെന്നില്ല, ഇവിടുന്ന് തന്നെ. അത് മാത്രല്ല, വ്യഭിചാരം ചെയ്യുന്നവർക്കുള്ള കെടുതികൾ, അവർക്കുണ്ടാകുന്ന ശിക്ഷകൾ പറഞ്ഞെടുത്ത് കാണാൻ കഴിയുന്നുണ്ട്. നുഖ്സാനുർ റിസ്ഖി, ദുനിയാവിൽ ഉണ്ടാകുന്നൊരു കുഴപ്പം അവരെ ഭക്ഷണം കുറഞ്ഞു പോകുന്നതാണ്. ദുനിയാവിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം, അവർക്ക് ദുനിയാവിൽ ഇയ്യാക്കും വസ്സിന ഫഇന്ന ഫീഹി സിത്തു ഖിസാലിൻ,
നിങ്ങൾ വ്യഭിചാരത്തെ സൂക്ഷിക്കുക. അതിൽ 6 കാര്യങ്ങളുണ്ട്. സലാസത്തും ഫിദ്ദുനിയാ, 3 ദുനിയാവിലാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആ A to Z വ്യഭിചാരം തന്നെ വേണമെന്നില്ല. വാട്സപ്പിൽ പെണ്ണ് വന്നു, ആയ് എന്താ ജാസ്മിന്റെ ഭംഗി, ഓ കെട്ടിയിട്ട് 3 കുട്ടികളുള്ള ചേർത്താനായിരിക്കും ഓന്റെ ഫേസ്ബുക്കിലോ ഓന്റെ വാട്സപ്പിലോ ഓ പൂച്ചന്റെ മതി നോക്കണം. പൊരിച്ച മീനിന്റെ മുമ്പിലുള്ള പൂച്ചയെ പോലെ അല്ലേ പെണ്ണിന്റെ വാട്സപ്പിൽ സുമുഖനായ മെസ്സിയുടെ ഫോട്ടോ വന്നു, ഓ ആയിഷയുടെ വാട്സപ്പിൽ മെസ്സിയുടെ ഫോട്ടോ നോക്കിയിട്ട് എന്താ പടച്ചോനെ എനിക്കൊരു ഭർത്താവുണ്ട്, സുബ്ഹാനല്ലാഹ്, സൂര്യൻ ഉദിച്ചാൽ തിരിച്ചു പോവും ഇവനെ കണ്ടാൽ. ഇത് മതി. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ളതായാലും മതി. വ്യഭിചാരം ചെയ്യുന്നവന് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷകളെത്ര. എന്നിട്ട് ഞാൻ ബർക്കത്തോടെ ജീവിച്ചു വന്നു അല്ലേ. അങ്ങനെ എത്രയോ ആൾക്കാർ ഇപ്പൊ ഈ ദാവൂദിനെല്ലാം ചെറിയ എന്തോ പണി, എന്നാലും വലിയ ദാവൂദ് ആയിട്ട് ഇങ്ങനെ വലിയ ഇപ്പൊ മെട്രോ മുഹമ്മദ് ഹാജി, ദാവൂദ് ഹാജി, പിന്നെ എന്താ പറയാ മുബാറക് ഹസൻ ഹാജി, ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഈ വിഷയങ്ങളോട് ഏറെ ബന്ധമുള്ള ഉദാരമതികളായ നമ്മുടെ ഈ വിഷയങ്ങളോട് ബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ ഇപ്പൊ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന കേട്ടി ആയാലും ഇരിക്കുന്ന ഏകദേശം നമ്മുടെ അബ്ദുള്ള, ഇപ്പോൾ നമ്മുടെ കുറ്റിക്കോൽ അബ്ദുള്ള ഹാജി ആയാലും അവരൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളോട് താല്പര്യമുള്ള ആൾക്കാർ. അല്ലാഹു തആല അവർക്കൊക്കെ, ഇല്ലാത്തവർക്കും വേണ്ട അല്ലേ, അവർക്കൊക്കെ അല്ലാഹു തആല ബറക്കത്തും നിയമത്തും എത്തി കൊടുക്കട്ടെ. അവരെ ജോലിയിൽ അല്ലാഹു തആല അവരെ മഈസത്ത് മാർഗത്തിൽ യദ്ദാജിക്ക് സുഖമില്ല, കാല് വിരലൊക്കെ മുറിച്ചിട്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരനാണ്. അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ദാരിദ്ര്യത്തിന്റെ കാണുമ്പോൾ കരുതൽ വരും. അവരുടെ ജോലിയിൽ അവർക്ക് അല്ലാഹു തആല മഈസത്ത് മാർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും. അവർക്ക് അല്ലാഹു തആല ഇസ്സത്തുള്ള ജോലി കൊടുക്കട്ടെ. കടം പിടിച്ചിട്ട് വലിഞ്ഞവരുണ്ട്. ഇപ്പം വേള കഴിഞ്ഞ് പോകുമ്പോൾ അവരെ കൈ പിടിച്ചിട്ട് പിടിക്കാൻ പോകാൻ കഴിയില്ല. അല്ലാഹുവേ, പുരയിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ, അല്ലാഹുവേ എന്തെങ്കിലും ഒരു മാർഗം നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ പടച്ചോനെ. അവരെ പ്രയാസം നീ പോയി. കടമായിട്ട് കുറെ ആൾ ഈ മജ്‌ലിസിലുണ്ട്. ഓരോ റമദാൻ കഴിഞ്ഞ് പോകുമ്പോഴും ചിരിച്ചിട്ട് ഇവിടെ നിന്ന് എനിക്ക് പോകാൻ കഴിയാറില്ല. നിങ്ങളറിയോ, റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന് ഡ്രസ്സ് കൊടുത്തിട്ട് പുരയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസം. കാരണം നല്ല പെരുന്നാൾ ഡ്രസ്സില്ല, മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. നിങ്ങളറിയോ, കഴിഞ്ഞ 20 കൊല്ലത്തെ ഇവിടുത്തെ നോമ്പ് ജീവിതത്തെ അനുഭവത്തിൽ പറയുമ്പോൾ, പ്രാവശ്യം ഗൾഫിൽ പോയപ്പോൾ അവിടെയുള്ള ഏതൊരു പത്രക്കാരോ മറ്റോ വന്നിട്ട് നിങ്ങൾ നോമ്പ് അനുഭവം പറഞ്ഞു തരണം. എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് മടങ്ങേണ്ടി വന്നു. ഏറ്റവും വലിയ സങ്കടതാണ്. ഞാൻ നല്ല കുപ്പായിടുമ്പോൾ, നല്ല തുണി കൊടുക്കുമ്പോൾ കാഞ്ഞങ്ങാട് എന്നാലോ ഒരാളെ കയ്യിൽ നിന്ന് 100 റുപ്യ സദക്കയായിട്ട് കിട്ടിയാൽ വാങ്ങൂല. മാന്യത കിബർ കൊണ്ടല്ല, മാന്യത അതിനവർ അനുവദിക്കുന്നില്ല. അല്ലാഹുവേ, ദുആയിൽ പിന്നെ മറന്നു പോകണ്ട. ഞാൻ പറയുന്നത്, അവരെ കയ്യിൽ നീ പണം എത്തിക്കണേ പടച്ചവനെ. അവരെ പ്രയാസങ്ങൾ നിങ്ങളൊന്ന് ഇഖ്ലാസോടെ ആമീൻ പറയും. അവരെ കടവും പ്രയാസവും നീ വെട്ടിക്കൊടുക്കണേ റഹ്മാനെ. ഒരിക്കലും എൻ്റെ പള്ളിയിൽ നിന്ന് ഈ നോമ്പുതുറയുടെ സമയത്ത് അവിടെ അധ്വാനിക്കുന്ന പാവപ്പെട്ട ആൾക്ക് പൈസ പിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ നിസ്കരിക്കാൻ വരുന്ന കുറച്ച് ആൾക്കാർ മെല്ലെ ഒറ്റ ഓട്ടം ഇറങ്ങിയിട്ട് പുതിയകോട്ട പള്ളിയിലേക്ക് വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ആള് വിചാരിക്കൂല ഇത് ഞങ്ങൾക്ക് വേണ്ടി പിരിക്കുന്ന പൈസയാണെന്ന്. ഞങ്ങൾ വേറൊരു മാർഗമില്ലാത്തതുകൊണ്ട് പള്ളിയിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് പിരിക്കുന്ന പൈസയാണെന്ന് വിചാരിച്ച് ഒന്ന് പേടിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. നിങ്ങളുടെയൊക്കെ ദുആയിൽ അങ്ങനെയുള്ള കടം പ്രയാസമുള്ള ആൾക്കാർ ഉൾപ്പെടുത്തണം, മറക്കരുത്. അപ്പോ വ്യഭിചാരം ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവിൽ ചെറിയ പണിയെടുത്തിട്ട് വലിയ പറക്കത്തിൽ ജീവിക്കുന്ന ആളില്ലേ. അതേസമയത്ത് വ്യഭിചാരം പതിവാക്കുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് ഒരിക്കലും അവരെ റിസ്ഖിൽ ബറക്കത്തുണ്ടാകൂല. വയസ്വീറു മഹ്റൂമൻ മിനൽ ഖൈറാത്ത് വയസ്വീറു ബഗീലൻ ഫീ ഖുലൂബിന്നാസ്. 3 കാര്യം വ്യഭിചാരം ചെയ്യുന്നവർക്ക് 1 ബറക്കത്തുണ്ടാവില്ല, 2 എല്ലാ ഖൈറും മുടങ്ങിപ്പോവും. നല്ല ഇവരിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഉസ്താദേ എന്ത് തുടങ്ങിയാലും പരാജയം, നിങ്ങളൊന്ന് കണക്കിട്ട് നോക്കുവാന്ന്. എന്തിനാ കണക്കിട്ട് നോക്കുന്നത്? ഇവരെ കുരുത്തക്കേട് നമുക്കറിയില്ലേ, നന്നാകൂല. അവരെ പുറക്ക് പോകാതെ തങ്ങളുണ്ടാവൂല ഈ വിചരിക്കുന്ന മനുഷ്യന്മാർ. കാരണം എന്താ, എന്തെങ്കിലും തകരാറുണ്ടോ? എല്ലാ തങ്ങന്മാരും എല്ലാ ആലിമ്യങ്ങളും എല്ലാ ഔലിയാക്കളും പോയിട്ടുണ്ട് അവരെ പുറക്ക്. ഒരു തകരാറും ഇല്ലാന്ന് പറഞ്ഞാലും പിന്നെയും കൊണ്ടുവരും വേറെ തങ്ങന്മാരെ. എന്തിനെന്നറിയോ? അത് നോക്കണം. പൊരന്റെ കന്നിമൂലന്റെ കുഴപ്പമില്ല, നീയാണ് കന്നിമൂല ചേർത്താൻ. നിന്നെ കൊല്ലണം. നിന്നെ കൊല്ലണം. ആ പൊര നന്നാകണമെങ്കിൽ നീ പോണം ചേർത്താൻ, നീ പോണം.
എന്താ കുഴപ്പം? വ്യഭിചാരം പതിവാകുന്നവന് സുബ്ഹാനല്ലാഹ് ഖൈർ വരൂല. നീ വ്യഭിചരിക്കുന്നത് ജനങ്ങൾ അറിയണ്ട, അറിയില്ലെങ്കിലും നിന്നോട് ജനങ്ങൾക്ക് വെറുപ്പാ. വ്യഭിചാരം ചെയ്യുന്നവർക്ക് ദുനിയാവിലുള്ള 3 ശിക്ഷയാണിത്. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഒന്നുകൂടി പറഞ്ഞുതരാം. 1, ബറക്കത്തുണ്ടാകൂല. 2, ഖൈറായത് കാര്യങ്ങൾ മുഴുവനും മുടങ്ങിപ്പോകും. 3 അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു ഇഷ്ടമുണ്ടാകൂല, വെറുപ്പായിരിക്കും. ആഖിറത്തിലുള്ള ശിക്ഷ, വ്യഭിചരിക്കുന്നവർക്ക് ആഖിറത്തിലെ ശിക്ഷ ഫഗളബുർ റബ്ബി വശിദ്ദത്തുൽ ഹിസാബി വഅദാബു ജഹന്നമ. 1, അള്ളാഹ്ക്ക് വല്ലാത്ത ദേഷ്യമായിരിക്കും. നമുക്ക് 4 പെണ്ണ് വരെ കല്യാണം കഴിച്ച് ഹലാലാക്കിയിട്ട് കൂടെ നിർത്തിക്കൂടെ? എന്നിട്ടല്ലേ ഹറാമായ പണിക്ക് പോയത്? അള്ളാഹ്ക്ക് ദേഷ്യമാണ്. 2, ശിദ്ദത്തുൽ ഹിസാബ്, വിചാരണ കടുപ്പമാ. പെട്ടെന്നൊന്നും വിചാരണ തീരൂല. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിചാരണ എളുപ്പമായി കിട്ടണം. കുറെ നേരം അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്നോ, വിചാരണ തീരുന്നില്ല. പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന്റെ കോൺസ്റ്റബിളിന്റെ ചോദ്യം ചെയ്യലിൽ പോലും വിയർത്തു പോകുന്നവരല്ലേ നമ്മളൊക്കെ. ഏതെങ്കിലും കലക്ടർ ഓഫീസിലെ ഗുമസ്തന്റെ മുമ്പിൽ പോയി നിന്നിട്ട്, അല്ലെങ്കിൽ എമിഗ്രേഷൻ കൗണ്ടറിൽ പോയിട്ട് എമിഗ്രേഷൻ കൗണ്ടറിലെ അല്ലേ ശമ്പളം പറ്റുന്ന ശമ്പളക്കാരന്റെ ചോദ്യം ചെയ്യലിന്റെ മുമ്പിൽ വിയർത്തു പോകുന്നവരല്ലേ നമ്മള്. മാലിക്കുൽ മുലൂക്കായ അർഹമുർറാഹിമീനായ അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യലിന്റെ മുമ്പിൽ നമ്മൾക്ക് എങ്ങനെയാ നിൽക്കാൻ കഴിയുക? മോനെ, ശക്തമായ കഠോരമായ വിചാരണയാണ് വ്യഭിചാരിക്ക്. തീർന്നില്ല, അത് കഴിഞ്ഞിട്ട് നോക്കണം പിന്നെ വഅദാബു ജഹന്നമ. വ്യഭിചാരം ചെയ്യുന്നവന് കഠോരമായ ശിക്ഷയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് വേണ്ട ധനമോഹം നമുക്ക് വേണ്ട. അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഹറാമായ സ്ത്രീയുമായുള്ള സമ്പർക്കം പുരുഷന് വേണ്ട. പുരുഷനുമായുള്ള സമ്പർക്കം പെണ്ണിന് വേണ്ട. ഇങ്ങനെയൊക്കെ ആയാൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാകും. ഒരു ധാരണ വന്ന് കൂടിയിട്ടുണ്ട്. ഇപ്പോ 2 ഉംറയെ, അതേപോലെ തന്നെ തലയിലൊരു തൊപ്പിയും. ഇത് ഞാൻ ദ്വാരക്കാൻ തീരുമാനിച്ചതാണ്. ഞാൻ ദ്വാരത്തില്ലെങ്കിൽ അള്ള തന്നെ വിടൂല. കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട മൈക്ക് ഓപ്പറേറ്റർ അബ്ദുറഹ്മാൻ ബല്ലാക്കടപ്പുറം കുറേ കാലം എൻ്റെ കൂടെ ഇങ്ങനെ ഓപ്പറേറ്ററായിട്ട് എൻ്റെ ചീത്ത മുഴുവൻ കേട്ട് ചിരിച്ച് നടന്ന മനുഷ്യനല്ലേ. ഇന്ന് പുരേന്ന് വരുമ്പോഴേ ഞാൻ തീരുമാനിച്ചിരുന്നു ദ്വാരക്കണം. അല്ലാഹു തആല നല്ലൊരു സഹോദരൻ അറിയില്ലേ അബ്ദുറഹ്മാനെ, നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഇതൊരു ഭാഗ്യല്ലേ, ഓപ്പറേറ്റർമാർക്ക് കിട്ടുന്ന ഭാഗ്യല്ലേ ഇത്? അവർ വിചാരിക്കും നമ്മൾക്ക് വളരെ മോശമായ പണിയാണ്. എത്ര വലിയ ഭാഗ്യത് ഇത്. അള്ളാഹുവേ, നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആ ഖബറിടത്ത് നീ പ്രകാശിപ്പിക്കണേ പടച്ചവനെ. അദ്ദേഹത്തിന്റെ ഖബറിലുള്ള എല്ലാ ഞെരുക്കങ്ങളെയും ഈ മുബാറക്കായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീക്കി കൊടുക്കണേ പടച്ചവനെ. സന്തോഷമുള്ളൊരു ഖബർ കൊടുക്കണേ റഹ്മാനെ. ഇപ്പൊ ഈ ഓപ്പറേറ്റർ, ഈ കുട്ടികളും പലജാതി സാമ്പത്തിക പ്രയാസമുള്ള മക്കളാണ്. അല്ലാഹു തആല അവരുടെ എല്ലാ പ്രയാസവും നീക്കി കൊടുക്കട്ടെ. സന്തോഷകരമായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ കൂടി പറയേണ്ട സ്വർഗസരണിയിലേക്ക് നീതിസാരത്തോടെ ബാക്കി ഭാഗം നാളെ പറഞ്ഞുതരാം. കേട്ട കാര്യങ്ങളാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ. നാളെ ഇങ്ങനെ വന്നാൽ പോരാ. ഇപ്പൊ നല്ല നിബിഡമായ മജ്‌ലിസായി. നാളെ എല്ലാവരും ഒരു ഇൻഷാ അല്ലാഹ് ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ എത്തിച്ചേരണം. അതുകൊണ്ട് തങ്ങൾ അവരുടെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം മുമ്പിലുള്ളത്. അതുകൊണ്ട് മുസാഫഹത്തും ദുആവും എല്ലാം നടക്കണം. അതുവേണ്ടി ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളെ ഇൻഷാ അല്ലാഹ് ബക്കറ്റിലിടുന്ന പൈസ പോരാ, എല്ലാവരും ഒരു തുക കവർ കൊടുക്കുന്നുണ്ട്. അതിന് കവർ നാളെ വരുമ്പോൾ കവർ കൊണ്ടുവരണം. ഒരു 1001 രൂപ കൊടുക്കാൻ കഴിവുള്ളവരൊക്കെ ഒരു 5001, 10,001. കാരണം ഈ പൈസ നമ്മുടെ നിങ്ങൾക്കറിയാലോ ഇസ്മായിൽ ഉസ്താദ് പള്ളിയിൽ തന്നെ ഉണ്ടാകും. പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് തങ്ങളവരുടെ അല്ലാഹു തആല ഇതിനെ ഉറ്റുനോക്കുന്ന ഒരുപാട് അല്ലേ ഇസ്ലാമിക് ഫാമിലി ക്ലാസ് റൂമിലൂടെ, KIC-യിലൂടെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇതിനെ ഉറ്റുനോക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അവരുടെ ജോലികളിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ പ്രയാസങ്ങളെ അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കട്ടെ. തങ്ങളവர்களுമായുള്ള ഇത് നാളെ വരുമ്പോൾ ഒരു മുസാഫഹത്ത് മാത്രം പോരാ, ഏറ്റവും നല്ലൊരു തുകയുമായിട്ട് നാളെ വരാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും വാ.
പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവരും ബക്കറ്റിൽ പണിച്ച് നിക്ഷേപിക്കണം, മറക്കരുത്. എല്ലാവരും പൊരി വാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സ്ത്രീകളുടെ ഭാഗത്ത് എല്ലാവരും കൊടുക്കാൻ കഴിയുന്ന പരമാവധി അതിലെ പോലെ ഇരവ് നിങ്ങൾ വേണ്ടെങ്കിൽ നമുക്ക് വേണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാവരും വാ, അവിടെ തന്നെ പോയിട്ടിരിക്കും. ദുആ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇഖ്ലാസോടെ ഒരു തുക ആഖിബത്ത് നന്നാകാൻ മനസ്സിൽ കരുതിട്ട് കൊടുക്ക്. ഇങ്ങനെ വെറുതെ കൊടുക്കല്ലേ, പിന്നെ നിയ്യത്ത് വെച്ചിട്ട് കൊടുക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിക്ക് ദുആ ചെയ്യണം. കടം കൂടാനും ദുആ ചെയ്യണം. ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ടത് തന്നെയാണ് മോനെ ഈ സ്വർണം. അത് പറയാ അദ്ദേഹത്തിൻ്റെ ഇൻഷാ അല്ലാഹ് ഒരു സ്വർണ്ണ മോതിരം കൂടിയുണ്ട്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റഹ്മാനുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ആ വേദനയുള്ള വ്യക്തിയുടെ വേദനയെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. ആമീൻ പറയ്. ഈ പൂർണ്ണമായ ശരീര സുഖം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ സഹോദരന്റെ എല്ലാ കടവും നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ റബ്ബേ. ആ സഹോദരിക്കുള്ള എല്ലാ വേദനയും നീ ശിഫയാക്കണേ റഹ്മാനെ. മുഴുവൻ കടവും നീ വീട്ടിക്കൊടുക്കണേ റബ്ബേ. എല്ലാ പ്രയാസവും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞരമ്പിന്റെ ശക്തി കുറയുന്നു, ഓപ്പറേഷന് വേണ്ടി വരുമെന്ന് പറയുന്നു. അല്ലാഹുവേ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ കൂടിയ നല്ല മനുഷ്യന്മാരെ ബറക്കത്ത് കൊണ്ട്, അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞരമ്പിന്റെ ശക്തി നീ കൂട്ടിക്കൊടുക്കണേ പടച്ചവനെ. ആമീൻ പറയ്. നല്ല ആരോഗ്യം ഞരമ്പുകൾക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അദ്ദേഹത്തെ തളർത്തിക്കളയല്ലേ പടച്ചവനെ. കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്നു. അല്ലാഹുവേ, ആ സ്ത്രീക്ക് നീ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. പൂർണ്ണമായ കാഴ്ച ഇഖ്ലാസോടെ ആമീൻ പറയ് നീ തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. കുട്ടിക്ക് സുഖമില്ല, ദുആ ചെയ്യണം. ആ കുട്ടിക്ക് നീ പൂർണ്ണാരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ആ കുട്ടിയുടെ എല്ലാ അസുഖവും സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. രണ്ടുകാലിന്റെ അരക്കെട്ടിന്റെ ജോയിന്റിന് വല്ലാത്ത വേദനയാണ്, ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദുആ ചെയ്യണം അഷ്റഫ്. അല്ലാഹുവേ, ആ കാലിന്റെ അരക്കെട്ടിന്റെ ഭാഗത്തുള്ള വേദന ഏതാണോ ആ വേദന സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. ആമീൻ പറയ്. ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. പൂർണ്ണാരോഗ്യം നൽകി നീ അദ്ദേഹത്തെ അനുഗ്രഹിക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വരിൻ. സല്ലല്ലാഹു അലാ. അഹ്ലു ബൈത്തിന്റെ കൈപിടിക്കാനുള്ള അവസരം മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ, മുസാഫയത്ത് പൈസ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കുടുംബമാണ്, അത് നാളെ ശഫാഅത്തിന് മുമ്പിൽ വരുമ്പോൾ അതൊരു തടസ്സമായി മാറരുത്. അതുകൊണ്ട് ആ സുവർണാവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പരിപാടി വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പണമല്ല, ഇവരുടെ ഇൻഷാ അല്ലാഹ് റിലീഫ് പ്രവർത്തനങ്ങൾ വിജയിക്കാൻ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനുള്ള ഇവരുടെ റിലീഫ് പ്രവർത്തനങ്ങൾ വിജയിച്ചു കിട്ടാൻ ഓരോരുത്തർക്കും കൊടുക്കാൻ. അതായത് കൗണ്ടർ പുറത്തിടണം നാസറേ. നാളെ എവിടെയുള്ളത്? ആ ബെയിൽസിന്റെ ഉള്ളിലാ. ശരി, ആ മൂലക്ക് കൊണ്ടുപോയിട്ട് കൗണ്ടർ ഇട്ട കാണുക. അവിടുത്തെ കിഡ്നിയിലുള്ള കല്ല് ഒരു സുഹൃത്ത് ദുആ ചെയ്യണം. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നീ അത് അദ്ദേഹത്തിന്റെ അസുഖത്തെ സുഖപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. പൂർണ്ണമായി ആ കല്ലിനെ നീ പുറത്ത് കളയണേ അല്ലാഹ്. അസുഖമുള്ള ഒരുപാട് ആളുണ്ട്, അവരുടെ ആ അസുഖം നീ സുഖപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, അബൂദാബിയിൽ നിന്ന് അഷ്റഫ് ദുആ ചെയ്യണം. നീ സ്വീകരിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആഖിബത്ത്, അദ്ദേഹം ഈ വിഷയങ്ങളായിട്ട് ഏറെ ബന്ധമുള്ള, നമ്മുടെ ഈ വിഷയങ്ങളുമായി ഏറെ താല്പര്യം കാണിക്കുന്ന ഒരു സഹോദരനാണ്. നീ അദ്ദേഹത്തിന്റെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ആരൊക്കെ ഈ KIC-യിലൂടെ ഇത് കാണുന്നുണ്ടോ അവരുടെയൊക്കെ ആഖിബത്ത് നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ പടച്ചവനെ. ഈ സംഗമത്തെ നീ പൊരുത്തപ്പെടുന്നൊരു സംഗമമാക്കണേ റഹ്മാനെ. ഇവിടെ നടക്കുന്ന നല്ല കാര്യങ്ങളുടെ മുബാറക്കായ മിദ്റുത്തവാബിനെ ഞങ്ങളുടെ ഉസ്താദുമാർ, നേതാക്കന്മാർ, മാതാപിതാക്കൾ, കുടുംബാംഗങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയവരെ ഖബറിടത്തിൽ നീ എത്തിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
സ്ത്രീകളുടെ എല്ലാ ഭാഗത്തും ആ ബക്കറ്റ് എത്തണേ. ഒരു ബക്കറ്റ് അയച്ചിട്ടുള്ളൂ. ഒരു ബക്കറ്റ് ഇൻഷാ അല്ലാഹ് തങ്ങളുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് നാളെ വരുമ്പോൾ ഒന്നും കൊണ്ടുവരാൻ കയ്യിൽ ഇപ്പം ആ സ്വർണ്ണ മോതിരം തന്ന പെണ്ണുങ്ങൾ കടവും ബേജാറുള്ള പെണ്ണുങ്ങളാണ്. സ്വർണ്ണ മോതിരം ഇപ്പം തന്നു. നീ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വിഷയത്തിലേക്ക് സ്വതക്ക ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് സ്വർണം തരാൻ കഴിയുമെങ്കിൽ അത് ചൂഷണമായിട്ട് നിങ്ങളോട് ആരോട് ഞാൻ അദ്ദേഹത്തിന്റെ അയൽവാസിയുടെ അസുഖത്തെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അമീൻ പറയ്, അമീൻ പറയ്, അമീൻ പറയ്. ഉള്ളുന്ന അമീൻ വരട്ടെ. അത് മാറിക്കിട്ടിയ നീ കബൂൽ ചെയ്യണേ റബ്ബേ, സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. അങ്ങനെയുള്ള രോഗം അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ തരല്ല റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ ഇനിയും ഞാൻ വരുന്നുണ്ടെന്നാൽ സമയം അങ്ങ് പോകും. നാളെ വല്ലാകടപ്പുറം നടക്കേണ്ട إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات أنبيائك وأوليائك وعبادك الصالحين اللهم انفعنا بهم وبعلومهم وآثارهم في الدارين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا جبريل عليه السلام سيدنا ميكائيل عليه السلام سيدنا إسرافيل عليه السلام سيدنا عزرائيل عليه السلام وساداتنا سائر ملائكة الله كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرات علمائنا ومشايخنا وأساتذتنا وأصولهم وفروعهم اللهم انفعنا بهم وبعلومهم وأسرارهم في الدارين. وإلى أرواح من مات منا وإلى أرواح جميع المسلمين والمسلمات عفى الله عنا وعنهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم
وما صليناه وما سلمناه وما علمناه وتعلمناه وما أنفقناه وتصدقنا منا إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم وإلى حضرات من ذكرناهم وقصدناهم من أنبيائك وأوليائك وعبادك الصالحين وإلى حضرات أهل الخير والطاعة كلهم يا رب العالمين وإلى حضرات ملائكتك كلهم أجمعين وإلى أرواح من مات منا ومن دفن حول مساجدنا ومقابرنا ومقابر المسلمين وإلى أرواح جميع المسلمين والمسلمات اللهم اغفر لنا ولهم وارحمنا معهم برحمتك الواسعة واجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد النبي الأمي العربي القرشي الهاشمي اللبطحي اليثربي المكي المدني الزمزمي صاحب النصيحين وابن الذبيحين وجد الصبيحين أفصح العرب وأكرمهم وأفضل الأنبياء وأرحمهم وعلى آله وصحبه أجمعين رحم الراحمين يا راج سيداയ الملك الجبارായ علام الغيوبായ الله ഞങ്ങളുടെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഉസ്താദ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും ഞങ്ങൾ കേട്ടതുമായ ഓരോ അക്ഷരങ്ങളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇവിടെ ചെയ്ത സംഭാവനകളും പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനേ. ഈ സദസ്സുമായി ബന്ധപ്പെട്ട് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹത്തായ സദസ്സിനെ മുൻനിർത്തി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ഖൈറിന്റെ അഹലുകാരെയും മുന്നത്തിനോട് ചോദിക്കുകയാണ് റഹ്മാനെ, പാപികളായ ദോഷികളായ ഞങ്ങളുടെ സർവ്വദോഷങ്ങളും നീ പൊറുത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ, നീ മായ്ച്ചു കളയണേ അല്ലാഹ്. തൽസ്ഥാനങ്ങളിൽ ഹസനാത്തുകൾ രേഖപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സ്നേഹിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണപാനീയങ്ങൾ നൽകിയവർ, നൽകിക്കൊണ്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ സദസ്സിന് വേണ്ടി പല രൂപത്തിലുമായി സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾ എല്ലാവരുടെയും ദോഷങ്ങൾ നീ പൊറുത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനു ശരീഫിന്റെ റഹ്മത്തിന്റെ 10 ഞങ്ങളിൽ നിന്ന് വിട പറയാൻ പോവുകയാണ് ഈ പുണ്യ സമയത്ത്. അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് പൊറുത്തു തരണേ അല്ലാഹ്, നീ മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ലോക മുസ്ലിം മഖബറകളിൽ ഇറങ്ങുന്ന ഓരോ മഖബൂറിനും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകളെ സ്മരിച്ചിരിക്കുകയാണ്, അവർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ റബ്ബേ, സ്വർഗീയാന്തരീക്ഷം നിറച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതുപോലെ ഞങ്ങളും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല അവസ്ഥ ഞങ്ങളുടെ മക്കളിലും ഭാവി തലമുറകളിലും നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങൾ കരുതിയ ഓരോരുത്തരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ നാഥാ. ഖൈറായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെയും മേൽപ്പറയപ്പെട്ട ഓരോരുത്തരുടെയും മനസ്സുകളിലുള്ള എല്ലാ സദുദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ റഹ്മാനെ, നീ നിറവേറ്റി തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കും അവർക്കും ഒരുപാട് രോഗങ്ങളുണ്ട്, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. പല രോഗികൾക്ക് വേണ്ടിയും ഇവിടെ ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അവരുടെ പേരും അവരുടെ രോഗങ്ങളും അവരുടെ വിഷയങ്ങളും ഒക്കെ വളരെ വ്യക്തമായി അറിയുന്ന അല്ലാമുൽ ഗുയൂബേ, അവരുടെയും ഞങ്ങളുടെയും എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ കരുതിയ ഓരോരുത്തരുടെയും ഞങ്ങളുടെയും ശാരീരിക മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ നീക്കിത്തരണേ റഹ്മാനെ.
പ്രത്യേകിച്ച് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കീച്ചേരി ഉസ്താദിന്റെ മാതാവിന് തീരെ സുഖമില്ല, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പരിപൂർണ റാഹത്ത് എത്രയും പെട്ടെന്ന് തന്നെ നീ നൽകണേ അല്ലാ. അതുപോലെ ഒരുപാട് രോഗികൾ വീടുകളിലും ആസ്പത്രികളിലുമായി വളരെ വിഷമത്തിലായി കഴിഞ്ഞുകൂടുകയാണ്. എല്ലാവർക്കും നീ എത്രയും പെട്ടെന്ന് തന്നെ ശിഫ നൽകണേ അല്ലാ, പരിപൂർണ റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും രോഗത്തിലായി നീ കിടത്തി പരീക്ഷിക്കല്ല റഹ്മാനേ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള ഭീകരമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനേ. പേടിക്കപ്പെടുന്ന സാഹചര്യങ്ങളെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. അബോധാവസ്ഥകളിൽ ഞങ്ങളെ ഒരു നിമിഷം പോലും നീ കിടത്തി പരീക്ഷിക്കല്ല റഹ്മാനേ. മലമൂത്ര വിസർജനം കിടക്കുന്ന സ്ഥലത്ത് തന്നെ വിസർജനം ചെയ്യപ്പെടുന്ന അവസ്ഥകളിലൊന്നും ഞങ്ങൾ നീ കിടത്തല്ല അല്ലാ. തരം ബലാകളിറക്കല്ല റഹ്മാനേ. അബോധാവസ്ഥകളിൽ കിടത്തല്ല അല്ലാ. ശരീര അവയവങ്ങൾ മുറിച്ചു മാറ്റപ്പെടേണ്ട രോഗങ്ങൾ തരല്ല റഹ്മാനേ. ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗങ്ങൾ തരല്ല അല്ലാ. ഒരുപാട് രോഗികൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് വീടുകളിലും ആസ്പത്രികളിലുമായി കഴിഞ്ഞുകൂടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവർക്കെല്ലാം ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബക്കാർ, അയൽവാസികൾ, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ ഞങ്ങളെ വെറുക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും നൽകല്ല അല്ലാ. തരം പരാകൾ ഇറക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി സ്നേഹത്തോടുകൂടെയുള്ള ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ കരുതിയവർക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കടങ്ങൾ നീ വീട്ടിത്തരണേ അല്ലാ. അന്യന് കൊടുക്കാനുള്ള എല്ലാ ഹക്കടപാടുകളും കൊടുത്തു വീട്ടാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിലേക്കുള്ള ഹൈറായ മാർഗങ്ങൾ നീ എളുപ്പമാക്കി തരണേ അല്ലാ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയും പ്രായം കവിഞ്ഞുമുള്ള ഒരുപാട് സഹോദരിമാർ ഈ സദസ്സിലുണ്ടാവാം. ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങൾ ബന്ധപ്പെടുന്ന പല കുടുംബങ്ങളിലുമുണ്ട്. അത്തരത്തിലുള്ള സഹോദരിമാർക്ക് അവർക്കെല്ലാ നിലക്കും അനുയോജ്യമാന്മാരായ സ്വാലിഹീങ്ങളായ നല്ല ഭർത്താക്കന്മാരെ നൽകി ഹൈറായ കുടുംബ ജീവിതം നീ നൽകണേ അല്ലാ. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് സ്വാലിഹാത്തുകളായ അനുയോജ്യവതികളായ ഇണകളെയും നൽകണേ റഹ്മാനെ. പടച്ചവനെ, വിവാഹം കഴിഞ്ഞൊരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കെല്ലാവർക്കും സ്വാലിഹീങ്ങളായ മക്കളെ നൽകിക്കൊണ്ട് സർവ്വവിധ സന്തോഷങ്ങളും നൽകണേ റഹ്മാനെ. ഗർഭിണികളാകുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് റബ്ബേ, അവർക്ക് പരിപൂർണ ഗർഭധാരണത്തിനു ശേഷം സുഖപ്രസവം നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും മേൽ പറയപ്പെട്ടവർക്കും നൽകിയതും നൽകാനുള്ളതുമായ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അച്ചടക്കമുള്ള മക്കളാക്കണേ റഹ്മാനെ. അതുള്ള മക്കളാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്കും അവർക്കും ഇസ്സത്തും റിഫഅത്തും നൽകണേ അല്ലാ. ദില്ലത്ത് നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങളിലെല്ലാം പുരോഗതി നൽകണേ റഹ്മാനെ. ദീനീ പഠനങ്ങളിലും അതോടൊപ്പം ഭൗതിക പഠനങ്ങളിലും അഭിവൃദ്ധി നൽകണേ അല്ലാ. പരിപൂർണ വിജയം നൽകണേ അല്ലാ. ഉസ്താദുമാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന, ഞങ്ങൾ പകർന്നു കൊടുക്കുന്ന ഇവരെല്ലാം പഠിക്കുന്ന ഇൽമിയെല്ലാം നീ നാഫിആക്കണേ റഹ്മാനെ. ളാറായ ഇൽമാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ബന്ധപ്പെടുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ മേഖലകളിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് കച്ചവടങ്ങളിൽ, ജോലികൾ, കൃഷികളിൽ, ഹലാലായ ജീവിതോപാധികളിൽ, തഅല്ലുമു, തഅലീമു, തദ്രീസുകളിൽ, ദീനീ ഖിദ്മത്തുകളിൽ, വഅദ്, നസീഹത്തുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബറക്കത്ത് നിലനിർത്തി തരണേ അല്ലാ. വീട് പണി തുടങ്ങി വെച്ച ആളുകൾക്ക് അതെല്ലാം പൂർത്തീകരിക്കാനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹൈറായ ജോലി നീ തരപ്പെടുത്തി കൊടുക്കണേ അല്ലാ. നാട്ടിലും വിദേശത്തുമായി ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിടുന്ന മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ. ഈ സദസ്സിനെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഈ സദസ്സിന് വേണ്ടി പല രൂപത്തിലും പ്രവർത്തിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട, സഹായിച്ച, സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഖൈർ നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഖൈർ നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ.
പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ, അർഹിക്കുന്ന പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും അർഹിക്കുന്ന സവാബ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ദുനിയാവിൽ ഞങ്ങളെ കഷ്ടപ്പെടുത്തിയാലും സാരമില്ല, നശ്വരമാണല്ലോ. നശ്വരമായ ദുനിയാവിയായ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ക്ഷമയോടുകൂടി തരണം ചെയ്യാനുള്ള ഈമാനിക ശക്തി നൽകണേ അല്ലാ, ഈമാനിക ശക്തി നൽകണേ അല്ലാ. പക്ഷേ ആഖിറം അങ്ങനെയല്ലല്ലോ. ആഖിറം ശാശ്വതമായ ജീവിതമാണ്. ആഖിറത്തിലേക്കുള്ള ഞങ്ങളുടെ തുടക്കം തന്നെ അനുഗ്രഹത്തിന്റെ തുടക്കമാക്കണേ റഹ്മാനെ, വിജയത്തിന്റെ തുടക്കമാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മരണാസന്ന വേള പരിപൂർണ ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട് വിജയിപ്പിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ കലിമത്തു തൗഹീദ് ഞങ്ങൾ തന്നെ വ്യക്തമായി ചൊല്ലിക്കൊണ്ട് വെള്ളിയാഴ്ച രാവതിന്റെ പകൽ പോലെയുള്ള പുണ്യമായ സമയങ്ങളിലായി ഖിബിലയിലേക്ക് തിരിഞ്ഞു കിടന്ന് നസൂഹായ തൗബ ചെയ്ത അവസ്ഥയിൽ, പരിപൂർണ വുളു ഉള്ള അവസ്ഥയിൽ പുഞ്ചിരിച്ചുകൊണ്ട് റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യത്തിലായി ആഖിറത്തിലേക്ക് യാത്ര ആരംഭിക്കുവാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഇത്തരത്തിലുള്ള പരിപൂർണ ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. നിന്റെ മഹാന്മാർക്ക് മഹദികൾക്ക് വിധിക്കപ്പെട്ട നല്ല മരണം ഞങ്ങൾക്കും നീ വിധിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഈമാനില്ലാത്ത മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനേ. സൂൽ ഖാത്തിമത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. അവിടെ നിന്നങ്ങോട്ടുള്ള ഖബർ ജീവിതവും വിജയിപ്പിക്കണേ റബ്ബേ. ബഹുമാനപ്പെട്ട മുൻകർ നകീർ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസരം ഹഖായ മറുപടി നൽകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അവിടെ നിന്നങ്ങോട്ട് ബഅസ്, ഹശ്ർ, മീസാൻ, ഹിസാബ്, സിറാത്ത് എല്ലാം ഞങ്ങൾ ഭയക്കുന്ന രംഗങ്ങളാണ്. എല്ലാ രംഗങ്ങളിലും നിന്റെ മഹളായ ഫള് കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ചോദിക്കാൻ ഒരു തരത്തിലും അർഹരല്ല ഞങ്ങൾ. നിന്റെ മഹളായ ഫള് കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിലായി നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളോടൊപ്പം സാബിഖീങ്ങളോടൊപ്പം ഞങ്ങളെയും നീ ചേർക്കണേ അല്ലാ. ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അവരോടൊപ്പം സ്വർഗം ഞങ്ങൾക്കും നീ വുജൂബാക്കണേ അല്ലാ. നീ നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ റഹ്മാനെ. സ്വർഗം വുജൂബാക്കി തരണേ അല്ലാ. നരകം നീ ഹറാമാക്കണേ റബ്ബേ. സ്വർഗം നീ വുജൂബാക്കണേ അല്ലാ. നരകം ഞങ്ങൾക്കെല്ലാവർക്കും നീ ഹറാമാക്കണേ റഹ്മാനെ. ഇരു വീട്ടിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ മോമിനീങ്ങളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദുമാർ, സയ്യിദുമാർ, ഒരുപാട് നല്ല നല്ല ആളുകൾ ഒരുപാട് ഉപദേശങ്ങൾ ഞങ്ങൾക്ക് നൽകി. അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പ്രവർത്തനമായി സദസ്സായി ഈ സദസ്സിനെയും പ്രവർത്തനത്തെയും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ സംഗമം നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഇവിടെ ചെലവിട്ട ഓരോ സെക്കൻഡുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിന് ചെലവഴിച്ച ഓരോ പൈസയും ഖബൂൽ ചെയ്യണേ അല്ലാ. ഓരോ സമയവും ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഓരോ പ്രവർത്തനവും നീ സ്വീകരിക്കണേ അല്ലാ. ആഖിറത്തിലേക്കുള്ള കനപ്പെട്ട സമ്പാദ്യങ്ങളിൽ ഈ പുണ്യകർമ്മങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നീ ഉൾപ്പെടുത്തണേ അല്ലാ. പരിശുദ്ധ റമളാനിലാണ് ഞങ്ങളുടെ ഈ സദസ്സ് നടക്കുന്നത്. വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റഹ്മാനെ. വിശുദ്ധ ഖുർആനും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട ബഹുമാനിച്ച മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ഈ സംഗമം നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൽ വല്ല കുറവുകളോ പോരായ്മകളോ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ വന്നുപോയിട്ടുണ്ടെങ്കിൽ എല്ലാം പരിഹരിച്ചുകൊണ്ട് പരിപൂർണതയോടുകൂടി ഖബൂൽ ചെയ്യണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما
ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم ارحم أمة محمد صلى الله عليه وسلم. اللهم اغفر لأمة محمد صلى الله عليه وسلم. اللهم افتح لأمة محمد صلى الله عليه وسلم. اللهم فرج عن أمة محمد صلى الله عليه وسلم. اللهم اجعلناهم من ذكرناهم ونبيناهم منهم يا رب العالمين. اللهم وفقنا وإياهم لما تحب وترضى وللوعظ والنصيحة ولخدمة دينك الإسلام ولإشاعة عقائد أهل السنة والجماعة وللحجة والعمرة المقبولتين المبرورتين ولزيارة روضة نبينا وحبيبنا محمد صلى الله عليه وسلم والحرمين الشريفين والمزارات المشرفة بجاه سيد الكونين. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقابهم من الدين والمظالم والنار. اللهم اجعلنا وإياهم ممن رضي عنهم شهر رمضان ولا تجعلنا ولا إياهم ممن خصمهم شهر رمضان. اللهم اجعلنا وإياهم من عتقاء شهر رمضان. اللهم إن لك في كل ليلة من ليالي شهر رمضان رقابا تعتقها بعفوك فاجعل رقابنا ورقابهم من تلك الرقاب يا تواب يا وهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.